നിങ്ങൾ ഈ സൂം മീറ്റിംഗിലായിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിലായിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ വരാൻ പോകുന്ന വലിയ ഒരു ആത്മീക റിവൈവലിന്റെ ഭാഗമാണ് ഈ മീറ്റിംഗ്. ഈ മീറ്റിംഗ് എന്ന് മാത്രമല്ല, ദൈവദർശനങ്ങൾ അതിനുവേണ്ടി ജനത്തെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങൾ അങ്ങനെ ഒരു ആത്മവാഞ്ചയോടെ, അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരിക്കുക. ഇനി വരാൻ പോകുന്ന ലോകവ്യാപകമായ ഉണർവ് ഇന്ത്യയിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഉണർവ് കാണാൻ ലോക രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വരും. നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? ആ ഉണർവിന്റെ ഭാഗമായിരിക്കും ഞാൻ, ആ ഉണർവിന്റെ ഭാഗമായിരിക്കും നിങ്ങൾ. ഇന്ത്യയിലെ സഭകൾ, അതിനൊക്കെ നമ്മളതിന് സാക്ഷികളായിരിക്കും. അത് വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രിപ്പയർ ആകുക. ഈ ദിവസങ്ങളിൽ ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കുക. ഈ മീറ്റിങ്ങുകളൊക്കെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ദൈവം നമ്മളെ ആ ലെവലിൽ ഉപയോഗിക്കട്ടെ. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം, ഒരു സംഭവ കഥ പറഞ്ഞതിന് ശേഷം മുൻപോട്ട് പോകാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഒരു 1800-ന് ശേഷമുള്ള കാലഘട്ടത്തില് വെയിൽസിൽ ഒരു വലിയ ഉണർവുണ്ടായി. ലണ്ടനിലുള്ള വെയിൽസിൽ ഒരു വലിയ ഉണർവുണ്ടായി. ആ ഉണർവിന്റെ റിസൾട്ടായിട്ട് ഒരു കുറെ ചെറുപ്പക്കാർ, കുറെ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനിടയായി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനിടയായി. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, ഈ ഉണർവെന്ന് പറയുമ്പോൾ ഉണർവിന്റെ ഫൈനൽ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദൈവജനം സുവിശേഷം പറയാൻ തുടങ്ങുകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ ഉണർവിന്റെ ഒരു അൾട്ടിമേറ്റ് ലെവൽ എന്ന് പറയുന്നത്. നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആത്മീയ ഉണർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ചാട്ടം ചാടി 4 അന്യഭാഷ പറഞ്ഞാൽ ഉണർവായി എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എവിടെയോ കയറി കിടപ്പുണ്ട്. പക്ഷെ ഉണർവിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സുവിശേഷം പ്രചരിക്കുക, സുവിശേഷം പ്രചരിപ്പിക്കാൻ ആളുകൾ സമർപ്പിക്കുക. അതാണ് അതിന്റെ ഏറ്റവും, ബാക്കിയൊക്കെ അതിനകത്തുണ്ട് എങ്കിലും ഏറ്റവും വലിയ കാര്യം അതാണ്. സോ അങ്ങനെ അവിടെ വെയിൽസിൽ ഉണ്ടായ ഉണർവ് മുഖാന്തരമായിട്ട് കുറെ ആളുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനിടയായി. അവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേനാണെങ്കിൽ പോലും അവർ രാജിവെച്ചതിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ തീരുമാനിച്ചു. അതിന്റെ പരിണിത ഫലമായി കുറച്ച് ആളുകൾ ഇന്ത്യയിൽ വരാനിടയായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആസാമില് ബോഡോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ നടുക്ക് കുറെ ആളുകൾ ലണ്ടനിൽ നിന്ന് അഥവാ വെയിൽസിൽ നിന്ന് വന്ന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ അവർ പോയ കമ്മ്യൂണിറ്റി ബോറോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ അടുക്കലാണ് അവർ പോയത്. അവിടെ ഒരു ഗാരോ ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഗാരോ ഹില്ലില് അവർ ഒരുമിച്ച് വചനം പ്രസംഗിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷേ കുറെ നാൾ അവരവിടെ പ്രവർത്തിച്ചിട്ടും അവർക്ക് മറ്റ് റിസൾട്ടുകളൊന്നും വലിയ കാര്യമായിട്ട് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഗാരോ ഹില്ലിലാണ് അവരുണ്ടായിരുന്നത്, ബോറോ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷേ അവർ 3 വർഷം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം അവർക്ക് ഒരു ഫാമിലിയെ കിട്ടി. ആ ഫാമിലിയിലെ അദ്ദേഹത്തിന്റെ പേരാണ് നോക്സങ് എന്ന് പറയുന്ന ഒരു കുടുംബം. ആ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടു. അവരങ്ങനെ രക്ഷയിലേക്ക് വന്നു. അവർക്ക് 2 മക്കളുണ്ട്. അവർ വിശ്വാസത്തിൽ ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്ക് ആ ഗാവിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഗാവ് എന്ന് പറഞ്ഞ വില്ലേജ്, ആ വില്ലേജിലുണ്ടായിരുന്ന, ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലായി, ഇവര് നമ്മുടെ രീതികൾക്കും നമ്മുടെ എന്തുവാ അവിടുത്തെ ഉണ്ടല്ലോ പൂജാ രീതികളും കാര്യങ്ങളും ഒക്കെ, ഇതിനകത്തൊന്നും ഇവർ സംബന്ധിക്കുന്നില്ല. ഇവരെന്തോ ഒരു പുതിയ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്തോ ആണെന്ന് ഇവർക്കും പിടികിട്ടിയില്ല. അപ്പൊ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു വിദേശി ദൈവത്തെ ഇവർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയായി അവസാനം അവരുടെ ഗോത്രത്തിന്റെ തലവന്റെ അടുക്കൽ ഈ കാര്യമെത്തി. ഈ അവിടുത്തെ ഗോത്ര തലവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തലവനാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആളിനെ കൊന്നിട്ടുള്ള ആള്, അഥവാ വീടിന്റെ വാതിക്കൽ ഏറ്റവും കൂടുതൽ തലയൊട്ടി തൂക്കിയിട്ടിരിക്കുന്ന ആളാണ് അവിടുത്തെ ലീഡർ ആകുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ഈവൻ അവിടെ ഒരാൾക്ക് കല്യാണം കഴിക്കണേ പോലും ചെറുക്കൻ പെണ്ണിനെ അന്വേഷിച്ച് ചെന്നാൽ അവർ ആദ്യം ചോദിക്കുന്നത് എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്. അപ്പൊ അവരുടെ വീടിന്റെ എത്ര പേരെ കൊന്നിട്ടുണ്ടോ അത്രയും പേരെ തലയൂട്ടി അവരുടെ വീടിന്റെ വാതിക്കൽ തൂക്കിയിട്ടിരിക്കും. ഇവരെ വിളിക്കുന്നത് തന്നെ ഹെഡ് ഹണ്ടേഴ്സ് എന്ന, തല കൊയ്യുന്നവരെന്നാണ് അവരുടെ പേര് തന്നെ. അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹത്തിന്റെ ഇടയിലേക്ക് സുവിശേഷമായിട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തോ ധൈര്യം, ആത്മധൈര്യം, അതൊക്കെ ദൈവം കൊടുക്കുന്ന ധൈര്യമല്ല, അതെന്തുവാ. സോ സുവിശേഷമായിട്ട് ഇവർ അവിടെ ഈ ഒരു സമൂഹത്തിലേക്ക് ചെന്നു. അങ്ങനെ ഈ ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു. 1800-കളിൽ നടന്ന കാര്യമാണ്. അതിനുശേഷം ഈ വില്ലേജിലെ അവരുടെ ലീഡറിന് മനസ്സിലായി, ഈ കുടുംബം ഇങ്ങനെ പ്രത്യേകമായിട്ട് ഏതോ ഒരു വിദേശി ദൈവത്തെ ആരാധിക്കുന്നുവെന്ന്. യേശു ആണെന്നോ ഒന്നും അവർക്കറിയില്ല. അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് താക്കീത് ചെയ്ത് പറഞ്ഞു വിട്ടു, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു വിട്ടു. വീണ്ടും അദ്ദേഹം അത് കൂട്ടാക്കാൻ തയ്യാറായില്ല.
യേശുവിന്റെ സ്നേഹത്തെ ആ മനുഷ്യന് മനസ്സിലാകാൻ കഴിഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ സ്നേഹം തന്നെ ആ, ആ, പിടിച്ചതുകൊണ്ട്, ആ സ്നേഹത്തിനകത്ത് താൻ പിടിച്ചു നിന്നു. താൻ പിന്നീട് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. യേശുവിനെ കുറിച്ച് ഇദ്ദേഹം വിദേശ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് മാത്രമല്ല, ആ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി എന്നുള്ള കുറ്റം ആരോപിച്ച് ഈ മനുഷ്യനെ പിടിക്കുകയുണ്ടായി. നിങ്ങൾ ഈ ചരിത്രം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഈ മനുഷ്യനെ പിടിച്ച് ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് യേശുവിനെ തള്ളി പറയാൻ മനസ്സുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തള്ളി പറയാൻ മനസ്സില്ല. യേശുവിന്റെ സ്നേഹത്തെ ഞാൻ രുചിച്ചറിഞ്ഞു. ഞാൻ ഒരിക്കലും പിന്മാറാൻ എനിക്ക് മനസ്സില്ല. ഞാൻ അതിന് താല്പര്യം കാണിക്കുന്നില്ല. എനിക്ക് യേശുവിനെ മതി എന്ന് അദ്ദേഹം ഉറച്ചു പറഞ്ഞു. ഒരു ദിവസം ഈ മനുഷ്യനെ, ഇദ്ദേഹം പിന്തിരിയുന്നില്ല എന്ന് കണ്ട് ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ ഗാവിലുള്ള അദ്ദേഹത്തിന്റെ വില്ലേജിലുള്ള സകല ആൾക്കാരെയും ഒരു മൈതാനത്തിൽ വിളിച്ചു വരുത്തി. ആ മൈതാനത്തിന്റെ നടുവിൽ ഈ കർത്താവിന്റെ ദാസനെയും, അപ്പൊ അദ്ദേഹം സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും രോഗസൗഖ്യം നടത്തുക, അങ്ങനെ ഒരു ശുശ്രൂഷ ലെവലിലേക്കൊക്കെ വന്നു. അദ്ദേഹത്തെ ആൾക്കാരെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി. തന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും, അവരെ 4 പേരെ ആ ഒരു വലിയ മൈതാനത്തിന്റെ നടുവിൽ കൊണ്ടു നിർത്തി. ആയിരക്കണക്കിന് ആൾക്കാരെ ചുറ്റും നോക്കി നിൽക്കുമ്പോൾ ഈ ലീഡർ, പ്രധാൻ എന്നാണ് അവരെ വിളിക്കുന്നത്, പ്രധാൻ വിളിച്ചു ചോദിച്ചു, നിനക്ക് യേശുവിനെ, നിന്റെ വിദേശ ദൈവത്തെ തള്ളി പറയാൻ മനസ്സുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഞാൻ യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചു, ഞാൻ പിന്മാറുകയില്ല എന്ന് ആ ദേവദാസൻ തന്റെ സ്വന്തം ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ ലീഡറിന് ദേഷ്യം വന്നു. അവരുടെ വില്ലേജിന്റെ ലീഡറിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരായി ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം തന്റെ ശിപായികളോട്, തന്റെ സേവകരോട് പറഞ്ഞു, വിഷം പുരട്ടിയ അമ്പ് തയ്യാറാക്കി വെച്ചോളാൻ പറഞ്ഞു, ഓരോരുത്തരെയായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. ആ അമ്പ് ശരീരത്തിൽ തറച്ചു കയറിയാൽ അപ്പോൾ തന്നെ ആള് താഴെ വീണ് മരിച്ചു പോകും. അതാണ് അവിടുത്തെ സ്ഥിതി. അങ്ങനെയെല്ലാം തയ്യാറാക്കി ഇവരെ പുറകിൽ കൈകെട്ടി അങ്ങനെ മൈതാനത്തിന്റെ നടുവിൽ നിർത്തി. പറഞ്ഞു, നിനക്ക് യേശുവിനെ തള്ളി പറയാൻ മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ നിനക്ക് പറയാൻ, നിനക്ക് സ്വതന്ത്രനായിട്ട് പോകാം, നിന്നെ ഇപ്പോഴും വിട്ടയക്കാൻ ഞങ്ങൾക്ക് മനസ്സാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിന്റെ പിന്നാലെ പോകാൻ ഉറച്ചു, പിന്മാറുകയില്ല എന്നൊരു വാക്ക് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. പ്രധാന ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിന്റെ മക്കളെ ഓരോന്നിനായിട്ട് ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏറ്റവും ഇളയ കുഞ്ഞിനെ അമ്പ് ചെയ്തു. ആ കുഞ്ഞ് മാതാപിതാക്കളുടെയും മൂത്ത സഹോദരന്റെയും മുൻപിൽ ആ കുഞ്ഞ് പിടഞ്ഞു വീണ് മരിച്ചു. അദ്ദേഹത്തിന് ചോദിച്ചു, യേശുവിനെ പിൻപറ്റുവാൻ നിനക്ക് ഇപ്പോഴും മനസ്സാണോ, അതോ പിന്മാറാൻ നിനക്ക് മനസ്സുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നോ ടേണിംഗ് ബാക്ക്, ഞാൻ തിരിഞ്ഞു മാറുകയില്ല. രണ്ടാമത്തെയും കുഞ്ഞിനെയും കൂടെ കൊന്നു. 2 കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കൺമുമ്പിൽ പിടഞ്ഞു കിടന്ന് മരിക്കുകയാ. ഇത് നോക്കി നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രധാന്റെ മുമ്പിൽ ചെന്ന് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ല. ആ 2 കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ചു. അതിനുശേഷം ആ മനുഷ്യനോട് ചോദിച്ചു, ഇനിയെങ്കിലും നിനക്ക് യേശുവിനെ തള്ളി പറയാൻ മനസ്സുണ്ടോ? അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലോകം എന്റെ പിൻപിൽ, ക്രൂശ് എന്റെ മുൻപിൽ. ആ ക്രൂശിൽ എത്തുവോളം ഞാൻ യേശുവിനെ തള്ളി പറയുകയില്ല, ഞാൻ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ വാക്ക് കേട്ട ആ മനുഷ്യന് വീണ്ടും കോപം വന്നു. എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് എന്റെ ഗ്രാമത്തിൽ താമസിക്കാൻ നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടായോ? അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കൊല്ലാൻ പറഞ്ഞു. അമ്പ് ഇത് തന്റെ ഭാര്യയെയും തന്റെ കൺമുമ്പിൽ വെച്ച് കൊന്നു കളഞ്ഞു. വീണ്ടും ആ മനുഷ്യനോട് തിരിഞ്ഞു വെച്ചു, ഇനിയെങ്കിലും നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് ഇനിയെങ്കിലും ഒരു അവസരം കൂടെ ഉണ്ട്, നിനക്ക് സ്വതന്ത്രനായിട്ട് പോകാം, നിനക്ക് വിവാഹം കഴിക്കാം, സന്തതികൾ ഉണ്ടാകും, നിനക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം. യേശുവിനെ തള്ളി പറയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ നിനക്ക് പോകാം. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എന്റെ കൂടെ ആരുമില്ലെങ്കിലും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ക്രൂശിന്റെ പിന്നാലെ പോകും, ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല. നോ ടേണിംഗ് ബാക്ക്. ആ ലീഡറിന് പിന്നെയും അധികമായിട്ട് കോപം വന്നു, ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഇവരെ കൂടെ കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ 4 കുടുംബത്തെയും അവിടെ വെച്ച് കൊന്നുകളഞ്ഞു. ആ മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പാടുന്ന പാട്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന ആ പാട്ട്. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ, ലോകമെൻ പിൻപിൽ, ക്രൂശന്റെ മുൻപിൽ, ലോകമെൻ പിൻപിൽ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ.
ആ മനുഷ്യന്റെ മരണത്തിന് മുൻപിലുള്ള വാക്കുകളാണത്. ദൈവമക്കളെ, നമുക്കിത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ നല്ല രസമാണ്, ഭയങ്കര എളുപ്പമാണ്. പക്ഷെ മരണത്തിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ദൈവം ബലപ്പെടുത്തിയാൽ അല്ലാതെ പറ്റത്തില്ല. മരണത്തെ പേടിയില്ലാത്ത ആർക്കാ ഉള്ളേ? എല്ലാ മനുഷ്യരും മരണത്തെ പേടിയുണ്ട്. പക്ഷേ യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹം, വലിയൊരു അനുഗ്രഹം. പ്രൈസ് ഗോഡ്. രക്തസാക്ഷികളുടെ ഒരു സമൂഹം തന്നെ സ്വർഗത്തിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിവേ, ഈ കുടുംബം ഇവിടെ അവരുടെ 4 പേരുടെ ജീവൻ അവിടെ അവസാനിച്ചു. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. നിങ്ങൾക്കറിയാമോ, ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്നത് പല രീതിയിലാണ്. ദൈവത്തിന്റെ പ്രവൃത്തി രീതിയെ നമുക്ക് ചിന്തിച്ചാൽ പോലും പിടികിട്ടത്തില്ല. വേറെ ഒരു കുടുംബം രക്ഷയിലേക്ക് വന്നില്ല, ഈ ഒരു കുടുംബം മാത്രം രക്ഷയിലേക്ക് വന്നു. പക്ഷെ അവരവിടെ അസ്തമിച്ചു. പക്ഷേ അന്ന് രാത്രിയിൽ ആ വില്ലേജിന്റെ ലീഡർ പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. രാത്രി മുഴുവൻ അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുക, ഉറക്കം വരുന്നില്ല. ഒരേ ഒരു ചിന്ത ആ മനുഷ്യനെ ഭയങ്കരമായിട്ട് അലട്ടുക. ഒരേ ഒരു ചിന്ത, എന്ത് കാരണമായിരിക്കാം ഈ മനുഷ്യനെ ഇങ്ങനെയും മരണത്തിന്റെ മുൻപിൽ ധീരനായിട്ട് നിർത്തിയത്? എന്തായിരിക്കും അതിന്റെ പിന്നിലെ കാരണം? എന്തോ ഒരു കാര്യമുണ്ട്. ഇവരെ ഈ വിദേശി ദൈവത്തോട് ഇത്രയും സ്നേഹവും അത്രയും വലിയൊരു അഗാധമായ ബന്ധവും ആ ദൈവത്തിന് വേണ്ടി, ഒരു വിദേശി ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഈ മനുഷ്യന്റെ ആ ഒരു ധൈര്യം, അതെന്തോ ആണ്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുവാണ് ഇതിന്റെ കാരണം എന്തോ. അവസാനം അദ്ദേഹം അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, യേശുവിന്റെ സ്നേഹമാണ്. അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്കും ആ സ്നേഹം വേണം. ആ വില്ലേജിന്റെ ലീഡർ ആ മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചു. ആ മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചതോടുകൂടി ആ വില്ലേജിലുള്ള സകല മനുഷ്യരും യേശുവിനെ സ്വീകരിക്കാൻ തുടങ്ങി. പലരും യേശുവിലേക്ക് വന്നു. ഒത്തിരി ആളുകൾ, ഒത്തിരി കുടുംബങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. നടന്ന സംഭവമാണ്. ഞാൻ അവരെ ബോറോ കമ്മ്യൂണിറ്റിയുടെ അടുക്കൽ പോയിട്ടുണ്ട്. അവരുടെ ഈ പ്രത്യേക ഗ്രൂപ്പിലല്ല, ഈ ബോറോ കമ്മ്യൂണിറ്റിയുടെ അടുക്കൽ പോയിട്ടുണ്ട്. പലരും സുവിശേഷം പറയാൻ, അവരെ ശുശ്രൂഷിക്കാനൊക്കെ, പ്രത്യേകിച്ച് യൂത്ത് മീറ്റിംഗ് ഒക്കെ നടത്താൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട് ആ സമയം പോയ സമയത്ത്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് ലോകത്തെ നടുക്കിയ ഒരു വലിയ സംഭവമായിരുന്നു. അനേകരെ ചലഞ്ച് ചെയ്തൊരു സംഭവം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരിക്കൽ സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ദൈവദാസന് ഒരിക്കൽ ഈ വില്ലേജിൽ പോകാൻ ഒരു അവസരം ഉണ്ടായി. ആ മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഈ സ്റ്റോറികളൊക്കെ പറഞ്ഞു, ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന് ലണ്ടനിൽ, വെയിൽസിൽ പോകാൻ ഒരു അവസരം ഉണ്ടായി. എവിടാ, മിഷണറിമാര് വന്ന് ഇവിടെ സുവിശേഷം പ്രസംഗിച്ചിട്ട് പോയില്ലേ, അവരൊന്നും നിരാശയോടെ പോയത്. ഇവിടെ ആത്മാക്കളെ രക്ഷിക്കപ്പെട്ടില്ല, ഒരു കുടുംബത്തെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞവര് നിരാശയോടെ ഇവിടുന്ന് പോയത്. പക്ഷേ ഇവര് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട്, ഈ ദൈവദാസൻ അവിടെ ചെന്നിട്ട് ആദ്യം അന്വേഷിച്ചത്, ഇവിടെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് പോയ ബാക്കിയുള്ള ആൾക്കാരെന്ത് ചെയ്യുക, അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച മനുഷ്യൻ. കണ്ടുപിടിച്ച് അവരുടെ മുമ്പിൽ ഒരുമിച്ചിരുന്നിട്ട് ഇവരൊരുമിച്ച് ഈ കഥകൾ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ദൈവം ഇന്ത്യയിൽ ചെയ്ത അത്ഭുതം. അവിടുന്ന് കുറെ പേര് വന്ന് ജീവനെ കൊതിയോടെ, ജീവനെ പേടിച്ച് സുവിശേഷം പറഞ്ഞിട്ട് പോയ ആ മനുഷ്യർ നിരാശയോടെ തിരിച്ചു പോയത്. 3 വർഷം വർക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു കുടുംബത്തെ കിട്ടിയത്, ഒരു നിരാശയോടെ പോയി. പക്ഷേ അന്ന് ഈ കഥ കേട്ടുകൊണ്ട് അവരെല്ലാവരും കണ്ണുനീരൊഴുക്കി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവർ ഒരുമിച്ച് അവിടെ ഇരുന്നുകൊണ്ട് അവർ ഗിറ്റാർ എടുത്തു വെച്ചിട്ട് ഈ മനുഷ്യൻ മരണസമയത്ത് പറഞ്ഞ ആ വാക്കുകളെ പാട്ടാക്കിയതാണ് നമ്മളിപ്പോ പാടിയ പാട്ട്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. പിന്നീട് ഒരിക്കൽ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദൈവദാസനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലോകവ്യാപകമായി ശക്തമായി ശുശ്രൂഷ ചെയ്തൊരു ദൈവദാസനാണ്. ആ ദൈവദാസൻ ലോക രാജ്യങ്ങളിൽ എവിടെ പോയാലും ഓൾട്ടർ കോളിന് വേണ്ടി ആൾക്കാരെ മുമ്പോട്ട് വിളിക്കുമ്പോൾ, സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുൻപോട്ട് വിളിക്കുമ്പോൾ ഈ കഥയും പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം ഓൾട്ടർ കോളിന് വേണ്ടി ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ആ പാട്ട് ലോകപ്രസിദ്ധമായി മാറാനിടയായി തീർന്നത്. ഞാൻ ഈ കഥ പറഞ്ഞതിന്റെ, ഈ സ്റ്റോറി പറഞ്ഞതിന്റെ പിന്നിലെ രത്നചുരുക്കം, അതിന്റെ സാരാംശം എത്രയേ ഉള്ളൂ. നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം ഈ ലോകത്തിലുണ്ട്. നമ്മൾ സാധാരണ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വരുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു. നമ്മൾ വെറുതെ ഈ ലോകം വിട്ടു പോകുന്നു എന്നുള്ളതല്ല. ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാനുണ്ട്. അത് യേശുവിന് വേണ്ടി മരിക്കാനാണെങ്കിൽ അങ്ങനെ, യേശുവിന് വേണ്ടി ഒരാളോട് ഒരു കാര്യം പറയാനാണെങ്കിൽ അങ്ങനെ, യേശു സ്നേഹിക്കുന്നെന്ന് പറയാനാണെങ്കിൽ അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം, ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുവാന്നുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് കണ്ടാട്ടെ. California is currently battling devastating wildfires that have claimed at least 10 lives and destroyed thousands of properties.
Investigators are still probing various potential causes of the fires. While lightning is a common cause of wildfires, it was quickly ruled out. Investigators are now focusing on whether the fires were intentionally set or caused by utility lines, though there is no official confirmation of arson or utility. ഓക്കെ, വീഡിയോ മൊത്തം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ വരുന്ന കാര്യം വേഗത്തിൽ പറയാം. നിങ്ങൾക്ക് സംഭവം പിടികിട്ടി കാണുമല്ലോ. കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിൽ തീപിടുത്തം ഉണ്ടായി. അവിടെ നടന്നൊരു സംഭവമാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് നിങ്ങൾ കണ്ടത്. ഞാനിത് കാണിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ കാലിഫോർണിയയുടെ ഒരു സൈഡിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അപകടം ബാധിക്കപ്പെടാൻ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ ഏരിയയിലോട്ട് തീ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അപകടം അവർക്കും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. ഇതിന്റെ മറ്റുള്ള സ്റ്റേറ്റിലുള്ളവരും ആ രാജ്യത്തിന്റെ തലപ്പത്തുള്ള ആൾക്കാരും ഒക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഒരു കൂട്ടം ജനം അപകടത്തിൽ പെടുന്നു എന്ന് കണ്ടുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ എന്തോ ചെയ്തേ? നമ്മളവിടെ കണ്ടു, ഫയർഫോഴ്സുകാർ ചെല്ലുന്നു, തീ എടുത്താൻ ശ്രമിക്കുന്നു, ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുക. ആകാശത്തൂടെ വെള്ളം ഒഴിക്കുന്നു, ഫയർഫോഴ്സുമായിട്ട് ചെല്ലുന്നു, ഒത്തിരി പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. സത്യത്തിൽ എന്തോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയ അപകടം വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനത്തെ അവിടെ നിന്ന് മാറ്റി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ ഒന്ന് വീക്ഷിച്ചു നോക്കി. സുവിശേഷ വേല ചെയ്യുന്ന നമ്മുടെയും ഡ്യൂട്ടി ഇത് തന്നെയാണ്. നമുക്കറിയാം ഒരു വലിയ ഭീകരത ജനത്തെ കാത്തിരിക്കുന്നുണ്ട്. ഒരു വലിയ നരകത്തിന്റെ ഭീകരത ജനത്തെ കാത്തിരിക്കുന്നുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വരാൻ പോകുന്ന നിത്യതയുടെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ അവരെ നിർബന്ധിക്കുന്നു എന്നാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുന്നത്. ജനത്തിന് അറിയില്ല ഇതിന്റെ ഭീകരത എന്തുവാണെന്നുള്ളത്. ആ ഭീകരത എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ജനത്തെ നിർബന്ധിക്കുകയാണ് യേശുവിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ഒരു കൂട്ടം ജനം കഷ്ടപ്പെടുന്നു എന്ന് കണ്ടുകൊണ്ട് അവിടെ ആരെങ്കിലും മിണ്ടാതിരിക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പൊ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു, അവിടേക്ക് തീ ചെല്ലുമെന്നറിയാം, വീട് കത്തുമെന്നറിയാം, അതിനകത്ത് ആളുണ്ടെന്നറിയാം. അങ്ങനെ അറിയാവുന്ന ഒരാൾ നമ്മളാണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉറക്കെ വിളിച്ചു പറയും, അവിടുന്ന് മാറാൻ പറയും. ഏതെങ്കിലും മാധ്യമത്തിലൂടെ അവരെ രക്ഷിക്കാനുള്ള സ്റ്റെപ്പ് നമ്മൾ എടുക്കും. ചെയ്യുമോ ഇല്ലയോ? ചെയ്യും. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ എന്തെങ്കിലും മെന്റലി കുഴപ്പമുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ശത്രുത ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെ? മാനുഷികമാകുന്ന നിലയിൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കും ആ മനുഷ്യരെ അവിടുന്ന് മാറ്റാൻ, അല്ലെ തീ കെടുത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ദൈവമക്കളെ, ഈ ലോകത്തുള്ള മനുഷ്യൻ പാപം ചെയ്യുന്നത് മുഖാന്തരം നരകത്തിൽ പോകുന്നതെന്ന് നമുക്കറിയാം. ഇനിയും നാം മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആളുകൾ നരകത്തിൽ പോകുന്നു, അവർ പാപം ചെയ്യുന്നതിന്റെ പരിണിത ഫലം നരകമാണെന്ന് നമുക്കറിയാം. എന്റെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ മൗനമായിരിക്കുന്നു? നമുക്കറിയാം അതിന്റെ സൊല്യൂഷൻ. ഈ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം, എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ദൈവവചനം പറയുന്നു, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. ഈ നാമം മുഖാന്തരം മനുഷ്യന് രക്ഷയുണ്ട് എന്നുള്ള വസ്തുത എനിക്കും നിങ്ങൾക്കും അറിയാം. നമ്മുടെ അയൽവക്കംകാരൻ അറിയില്ല, നമ്മുടെ സമൂഹത്തിൽ താമസിക്കുന്നവർക്ക് അറിയില്ല. എന്റെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു? ദൈവസഭ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? വ്യക്തിപരമായി ചോദിച്ചാൽ വ്യക്തിപരമായി നമ്മൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? നമ്മൾ എന്തുകൊണ്ട് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നില്ല? സോ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് രാത്രി ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഗൗരവമേറിയ ഒരു കാര്യം. ഇതിനെ അതിന്റെ ഗൗരവത്തിൽ തന്നെ ദൈവം എത്രമാത്രം ഗൗരവം ഈ കാര്യത്തിന് കൊടുക്കുന്നോ അത്രയും ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ വേണ്ടി പോകുകയാണ്, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഒരു കാര്യം ചോദിച്ച് ഞാൻ തുടങ്ങട്ടെ. സാധാരണ സഭയിൽ നമ്മളെല്ലാവരും വിശ്വാസികളായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മളോട് തന്നെ ചോദിച്ചേ, എന്റെ സഭയിൽ അല്ലെങ്കിൽ ആഗോള സഭയിൽ, ദൈവത്തിന്റെ ശരീരമാകുന്ന ആഗോള സഭയിൽ എനിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചേ, എനിക്ക് എന്തെങ്കിലും സഭയിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തോ ആയിരിക്കും. എനിക്ക് എന്തെങ്കിലും സഭയിൽ ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് അതിനൊരു ഉത്തരം നിങ്ങൾക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആകുന്നു. ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, ഓക്കെ, കുറെ 5 ഓഫീസസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ എല്ലാവരും എന്തുവാണ്?
അതിന് 26-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമല്ലോ. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, കർത്താവിന്റെ വചനം പറയുന്നു നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവമാണ് നമ്മൾ. നിങ്ങളോട് തന്നെ ചോദിച്ചേ, നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഉപയോഗമില്ലാത്തൊരു അവയവം ഉണ്ടോ? ഇല്ല. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ഉപയോഗമുണ്ട്. അങ്ങനാണെങ്കിൽ ദൈവസഭയാകുന്ന ശരീരത്തിന്റെ അംഗമായിരിക്കുന്ന നിങ്ങൾക്കും ആ സഭയാകുന്ന ശരീരത്തിനകത്ത് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത്രയും മനസ്സിലായേ? ഓക്കെ. ഞാൻ ഇത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഒരിക്കലും ജീവകാലത്ത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് നിങ്ങൾ പറയാൻ പാടില്ല. ഞാൻ പറയാൻ പാടില്ല, നമ്മൾ ആരും പറയാൻ പാടില്ല. ഓക്കെ. അടുത്തൊരു ഉദാഹരണം കൂടെ പറയാം. ഈ വാക്യം നോക്കി, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിന്റെ വായിച്ചേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവരിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവരിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. മതി. ഒരു കാര്യം ആശയം പറയാൻ വേണ്ടി ഞാൻ വിശദീകരിക്കാൻ പോകല്ല, ഒരു ആശയം പറയാൻ വേണ്ടിയിട്ട് മാത്രം പറയാം. ദൈവത്തിന്റെ വചനം പറയുന്നു, മുമ്പേ നമ്മളെ ഉപമിച്ചത് എന്തുവാ? നമ്മളെ വിശ്വാസികളെ ഉപമിച്ചത് യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായിട്ടോ ഉപമിച്ചത്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നു, നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ഒരു മന്ദിരം, ദൈവസഭ എന്ന് പറയുന്ന ഒരു വലിയ മന്ദിരമാണ്. ആ മന്ദിരത്തിനകത്ത് നമ്മളാകുന്ന കല്ലുകളെ ചേർത്ത് പണിതിരിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഭിത്തിയിലോട്ടൊന്ന് നോക്കി. നിങ്ങളുടെ ആ ഭിത്തിയിൽ ഒരു കല്ലില്ലെങ്കിൽ എന്തുമായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ ഒരു കട്ട അവിടെ വെച്ചിരിക്കുന്ന ഒരു കട്ട ബലക്ഷയമാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമായിരിക്കും അവസ്ഥ? പുറത്തെ കല്ലും മണ്ണും കാറ്റും തണുപ്പും എല്ലാം അകത്ത് കയറും, അല്ലേ? തന്നെയല്ല, ബിൽഡിങ്ങിന് അതൊരു ബലക്ഷയമാണ്. ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മളെ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു കട്ടയ്ക്ക് എത്രമാത്രം, ഒരു കല്ലിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ അത്രമാത്രം പ്രാധാന്യതയുണ്ട് എനിക്കും നിങ്ങൾക്കും. എനിക്കൊരു പരിപാടിയില്ല, ചർച്ച ചെന്ന് കൈ അടിച്ചു പോന്നാൽ മതി എന്ന് ഇനി മേലിൽ നമുക്ക് പറയാൻ അവകാശമില്ല. കാരണം ദൈവവചനം പറയുന്നു, ഒരു കല്ലിന്, ഒരു ബിൽഡിങ്ങിനകത്ത് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ അത്രയും പ്രാധാന്യതയുണ്ട് സഭയിലെ എല്ലാ വിശ്വാസികൾക്കും. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. സോ അത്രയും ഗൗരവത്തോടെ വേണം നമ്മൾ ഈ കാര്യത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സഭയിൽ ദൈവം, ഇപ്പൊ നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്, സഭയിൽ കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ പാസ്റ്റേഴ്സായിട്ടും ടീച്ചേഴ്സായിട്ടും ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് സ്പെഷ്യൽ കോളിംഗ് ഉള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു, നോ ഡൗട്ട്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റുകൾ അതും ദൈവം പ്രത്യേകം ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ചെയ്താൽ മതി, ദാറ്റ്സ് ഫൈൻ. പക്ഷേ നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കി. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി. എന്തോ അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം ഞാനത് പറഞ്ഞുവിടാൻ വായിക്കണമെന്നില്ല. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. പൗലോസ് പറയുക, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇത് ആരോടാ പറയുന്നേ? തെസ്സലോനിക്കയിലുള്ള സഭയിലുള്ള എല്ലാവരോടും പറയുക, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ സഭയിലുള്ള എല്ലാവർക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട് എന്നർത്ഥം. എല്ലാവർക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അപ്പൊ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല, എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ചർച്ചിൽ പോവുക, കൈയടിച്ചിട്ട് തിരിച്ചു പോരുക, അങ്ങനെയാണ് നമ്മളുടെ വിശ്വാസമെങ്കിൽ ഇന്ന് രാത്രി അതിനെ നമ്മൾ തിരുത്തിയേ പറ്റൂ. ഒരു വലിയ ഉത്തരവാദിത്വം എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവം വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നവരാരെങ്കിലും ഉണ്ടോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മേലൊരു കോളിംഗ് ഉണ്ട്. ആ കോളിങ്ങിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു ഭാഗം എഫേസ്യ ലേഖനം 1:18 കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് കാണുന്നത്. പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി, സഭയിലെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതന ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ അത് ഒരു
17-ാമത്തെ വാക്യം അങ്ങോട്ട് തുടങ്ങി പിന്നെ അവിടെ ഇടയ്ക്ക് അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇല്ല, അത് ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്. അതുകൊണ്ട് അത്രയും ഭാഗം പോകണ്ട. ഞാൻ അതിനിടയ്ക്ക് ഒരു ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യം വായിപ്പിച്ചത്. അതിനിടയ്ക്ക് വായിച്ചു നോക്കിയത്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പൗലോസ് ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 1-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ അവിടെ കാണാം, എഫെസോസിലുള്ള വിശുദ്ധന്മാർക്കും സഹപൗരന്മാർക്കും എഴുതുന്ന ലേഖനമാണ്. അപ്പൊ സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ. അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പൊ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്, ജനത്തിന്റെ വിശ്വാസികളുടെ കണ്ണു തുറക്കട്ടെ. അവർ കണ്ണു തുറന്നതിന് ശേഷം മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്. എന്തോ മനസ്സിലാക്കേണ്ടത്? അവന്റെ വിളിയാൽ ഒരു ആശയമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്നും ആ വിളിക്കൊരു പദ്ധതി ഉണ്ട് എന്നുള്ളത് ജനം മനസ്സിലാക്കണമെങ്കിൽ എന്തോ സംഭവിക്കണം? ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. അതിനുവേണ്ടി പൗലോസ് സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ തെളിച്ചങ്ങ് പറയാം, ഇന്ന് രാത്രി തലയിലോട്ട് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചു. കർത്താവ്, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. എന്റെ മേലുള്ള വിളിയുടെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാൻ എന്റെ ബുദ്ധി ഒന്ന് തുറക്കട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാവോ? ഇന്നോട്ട് അത് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവ് എനിക്കൊരു വണ്ടി കിട്ടിയാൽ കൊള്ളാം, ഒരു നല്ല വീട് വെച്ചാൽ കൊള്ളാം, അത് 2 നിലയാണെങ്കിൽ ഏറ്റവും സന്തോഷം, മക്കൾക്ക് വിസ കിട്ടിയാൽ ഏറ്റവും സന്തോഷം, പിന്നെ നമ്മൾ ആ പാട്ടും പാടിക്കുന്ന നടക്കൊക്കെ എന്താനന്ദം എനിക്കെന്താനെന്നുള്ള പാട്ടുമൊക്കെ പാടി നമ്മൾ നടക്കും. പക്ഷെ പൗലോസ് പറയുക അതിനല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇനി അത് വേറെ കൂടെ ഒരു കാര്യമുണ്ട്. ഓക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് ചിന്തിച്ചിട്ടങ്ങ് പോകാം. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അല്ല, നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ടോ? പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ജനത്തിന് വേണ്ടിയത് എന്തുവാ? ഇവർക്ക് വണ്ടിയല്ല വേണ്ടിയത്, ഇവർക്ക് ബംഗ്ലാവ് അല്ല വേണ്ടിയത്, ഇവർക്ക് വിസ കിട്ടുക അല്ല വേണ്ടിയത്, വിസയെ സ്റ്റാമ്പ് അടിക്കുക അല്ല വേണ്ടിയത്, ഇവർക്ക് വേണ്ടിയത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. വായിച്ചു നോക്കിയ 17-ാം അധ്യായത്തിൽ വായിക്കുന്നത്, 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഇവർക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ കിട്ടണം. 2 കാര്യം കിട്ടണം. ഒന്ന് എന്തുവാ? ജ്ഞാനത്തിന്റെ ആത്മാവിനെ കിട്ടണം, വെളിപ്പാടിന്റെ ആത്മാവിനെ കിട്ടണം. ഇത് 2 കിട്ടുമ്പോൾ എന്തോ സംഭവിക്കും? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാവും. ഇങ്ങനെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരാരിലും ഉണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പാസ്റ്റർ വല്ല ദൂതുമല്ലോ എന്നോട് പറയുമോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ ദൂത് നിങ്ങളോട് പറയുക. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പറയുകയാണ്, ദൈവമേ, ഇവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകട്ടെ. ആരെക്കുറിച്ചാണ് പറയുന്നത്? സഭയിലിരിക്കുന്ന ആൾക്കാരോട് പറയും, ഇവർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം വേണം. നമ്മളെങ്ങാനും ആയിരുന്നേ പൗലോസിനെ കല്ലെറിഞ്ഞ് ഓടിച്ചാനെ അവിടുന്ന്. ഞങ്ങൾ ഇത്രയും പരിപാടിയെല്ലാം ചെയ്ത് പിന്നെ വന്നിട്ട് പറയാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ നമ്മൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലേ? രക്ഷിക്കപ്പെട്ടവരോട്, സ്നാനപ്പെട്ടവരോട്, സഭയ്ക്കകത്തിരിക്കുന്നവരോട്, എല്ലാ കാര്യത്തിനകത്ത് ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന എഫെസോസിലെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണപ്പെട്ട സഭകളിൽ ഒരു വലിയ നല്ല സഭയാണ്. ആ സഭയിലെ ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രാപിച്ചതിനേക്കാൾ അപ്പുറത്തൊരു വലിയ പരിജ്ഞാനം നമുക്ക് വേണം. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ഞാൻ ഇതുവരെ പ്രാപിച്ചതിനേക്കാൾ ഒരു വലിയ പരിജ്ഞാനം ദൈവത്തെക്കുറിച്ച് എനിക്ക് ഉണ്ടാവാൻ എനിക്ക് കൃപ തരണമേ. അതിന് വേണ്ടിയത് എന്താണെന്നറിയാമോ? ജ്ഞാനത്തിന്റെ ആത്മാവ് 1, 2 വെളിപ്പാടിന്റെ ആത്മാവ് നമുക്ക് വേണം. അത് 2 വേഗത്തിലൊന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ നമ്മൾ കാതലായ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണേ. പൗലോസ് പറയുകയാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവിന് കിട്ടണമെങ്കിൽ എന്തോ വരണം? ആദ്യം ജ്ഞാനം തരുന്ന ആത്മാവ് വരണം. യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ, മോശയെ ദൈവം സമാഗമന കൂടാരത്തിന്റെ പണിയും മാതൃകയൊക്കെ കാണിക്കാൻ വേണ്ടി പർവ്വതത്തിൽ വിളിച്ചു, ഹോരേബ് പർവ്വതത്തിൽ വിളിച്ചു. അവിടെ വെച്ച് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പം, ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ മോശയ്ക്ക് ഒന്നും പിടികിട്ടിയില്ലെന്ന്? മോശയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ താഴെ വന്നപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒഹോലിയാവിനെയും ബെസലേനെയും ഇങ്ങോട്ട് തിരഞ്ഞെടുത്ത് നിർത്ത്, ഞാൻ എന്റെ ജ്ഞാനത്തിന്റെ ആത്മാവിനെ അവന് കൊടുക്കാം, എന്നാലേ ഇവന് ഞാൻ പറയുന്നത് എന്താന്ന് എന്റെ ഐഡിയ പിടികെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ദൈവം പറയുന്ന ഐഡിയ അതുപോലെ മനസ്സിലാകണമെങ്കിൽ എന്തോ വേണം? ഇവൻ ദൈവത്തെ കുറിച്ചാണെങ്കിൽ പോലും ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എന്തോ വേണം? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നമുക്ക് വേണ്ടിയത് ജ്ഞാനത്തിന്റെ ആത്മാവിനെ വേണം. യെസ്, നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മൾ ഈ ശിഷ്യത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതേ തുടങ്ങുക. എനിക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരണം. ഇത് വേണ്ടും പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ദൈവകൃപ തരണം. പറയുന്നത് അതുപോലെ മനസ്സിലാക്കാൻ എനിക്ക് ദൈവകൃപ തരണം. അത് ജ്ഞാനത്തിന്റെ ആത്മാവ് ഉണ്ടേലേ പറ്റൂ. അല്ലേ പറയും, ഈ പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയും, എന്റെ പാസ്റ്റർ ഇതൊക്കെയാ സന്തോഷം, ഇതൊക്കെ മതിയെന്ന് നിങ്ങൾ പറയും. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കാം, കർത്താവ് എനിക്ക് ഇനിയും വേണം ജ്ഞാനത്തിന്റെ ആത്മാവിനെ. എനിക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ വേണം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അതുപോലെ മനസ്സിലാക്കാൻ. അപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരുമ്പോൾ എനിക്കുണ്ടാകുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കും. പ്രൈസ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കും.
അതിന്റെ അടുത്ത് എഴുതിയിരിക്കുന്നു വെളിപ്പാടിന്റെ ആത്മാവിനെ തരണം. എന്തിനാ വെളിപ്പാടിന്റെ ആത്മാവ്? എന്തിനാ വെളിപ്പാടിന്റെ ആത്മാവ്? നിങ്ങൾക്കറിയാമോ, യോസഫിന് ദൈവം സ്വപ്നം കൊടുത്തു. പക്ഷേ വെളിപ്പാടിന്റെ ആത്മാവ്, അതിനെ വ്യാഖ്യാനിക്കാൻ ആത്മാവ് കിട്ടാത്തത് കൊണ്ട് യോസഫിന് സ്വപ്നം കൊടുത്തു. അതിനർത്ഥം പുള്ളിക്ക് മനസ്സിലായപ്പോഴാ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ അകത്ത് വർക്ക് ചെയ്തപ്പോഴാ. നെബൂഖദ്നേസർ, പിന്നെ ഫറവോൻ രാജാവ്, ഇങ്ങനെ പലരും ദർശനം കണ്ടു, പല ആൾക്കാരും ദർശനം കണ്ടു. ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തത് ആരാ? ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിപ്പാടുള്ളവരാ വ്യാഖ്യാനിച്ചു കൊടുത്തത്. പ്രൈസ് ഗാഡ്. ദൈവമക്കളെ, വ്യാഖ്യാന വരവില്ലെങ്കിൽ, ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേലില്ലെങ്കിൽ ദൈവം സംസാരിച്ച പോലും നമുക്ക് മനസ്സിലാത്തില്ല. രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ ജീസസ്. അതിന് തെളിവായിട്ട് ഞാൻ വേറൊരു വാക്യം കൂടെ പറയാം. 119 സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കണം. മുഴുവൻ ന്യായപ്രമാണത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതിനൊരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദൈവമേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞാൽ, ദൈവം കണ്ണ് തുറന്നാലേ വചനത്തിനകത്ത് പച്ചക്ക് എഴുതിയേക്കുന്ന കാര്യം നമുക്ക് അതുപോലെ മനസ്സിലാവൂ. അല്ലാതെ ഇങ്ങോട്ട് വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അതിനകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട്. വചനം പറയുന്നിരിക്കുന്നത്, വചനത്തിനകത്ത് എന്തോ വണ്ടേഴ്സ് ഉണ്ടെന്ന് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ദ ഐസ് ഓഫ് മൈ ഹാർട്ട് സോ ദാറ്റ് ഐ മൈ അണ്ടർസ്റ്റാൻഡ് ദ വണ്ടേഴ്സ് ഓഫ് ദ സ്ക്രിപ്ചർ. ഈ വചനത്തിനകത്തുള്ള വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമെന്ന്. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് രാത്രി. കർത്താവേ, എന്റെ മേൽ ആ വെളിപ്പാടിന്റെ ആത്മാവിന് എന്ത് തരണേ. അതിന് വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ദൈവാത്മാവ് എനിക്ക് പ്രാർത്ഥനയിലൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ പറയുന്നത്. ദൈവാത്മാവിനോട് ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞതുകൊണ്ട് പറയുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പത്രോസിന്റെ അടുക്കൽ കർത്താവ് വന്നപ്പോ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, ഞാൻ ആരാണെന്നാ നീ പറയുന്നേ? അപ്പൊ പത്രോസ് പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പൊ യേശു പറഞ്ഞൊരു മറുപടി ഓർക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, ഇത് മനുഷ്യരാരും അല്ല നിനക്ക് സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞാൽ, വെളിപ്പാട് കിട്ടാതെ ഇതൊന്നും മനസ്സിലാകത്തില്ലെന്ന് എന്റെ അർത്ഥം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നിഷ്കളങ്ക ഹൃദയത്തോടെ. കർത്താവേ, ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയതല്ല, ഇതുവരെയുള്ള എന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ഇന്ന് രാത്രി തൊട്ട് എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് മാറട്ടെ. ഓ ജീസസ്. ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പകരാൻ ആഗ്രഹിക്കുക യേശുവിന്റെ നാമത്തിൽ. രാത്രി ഞാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അത് പറയുന്നത്. നിങ്ങൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായുകൾ തുറന്ന് 40 നിമിഷം ദൈവസാന്നിധ്യത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവ്, ആ വെളിപ്പാടിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം ഉണ്ടാകും. അല്ലെ നമ്മൾ വലിയ പുള്ളിയാണെന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. 8-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്: ദൈവമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നോക്കുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം എന്ന് പറഞ്ഞാൽ, അത്രയും കമ്പയർ ചെയ്ത് വെച്ച് മനുഷ്യരൊന്നുമില്ലെന്ന്. പക്ഷെ നമുക്ക് പലപ്പോഴും തോന്നുന്നത് എന്താണെന്നറിയോ? ഞാൻ വലിയ പുള്ളിയാന്ന്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തവന് ഞാൻ വലിയ പുള്ളിയാന്ന് തോന്നും. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളവൻ തന്നെ താഴും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ അവൻ കണ്ണടയ്ക്കും. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കൈ തന്നെ ഉയരും. പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ മുട്ടയിരിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഇരിക്കും. അല്ലാത്തപ്പോ കാലും കയറ്റി വെച്ചിട്ട് ഇരിക്കും. എന്താണെന്നറിയോ? ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ നനയ്ക്കുന്നതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ദൈവം വലിയവനാ. രാത്രി അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചേ പറ്റൂ. ദൈവം ജ്ഞാനത്തിന്റെ ആത്മാവിനെ തന്നേ പറ്റൂ. വെളിപ്പാടിന്റെ ആത്മാവ് നമ്മൾ പ്രാപിച്ചേ പറ്റൂ. രാത്രി സന്തോഷത്തോടെ പറ, കർത്താവേ, എനിക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ വേണം, എനിക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ വേണം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചുള്ള, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. ഒരു കാര്യം കൂടെ യേശു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്: ഞാനും പിതാവും അവന്റെ അടുക്കൽ വരും, അവനോട് കൂടെ വാസം ചെയ്യും, എന്നിട്ട് ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. കർത്താവ് പറയുക, ഞാൻ എന്നെ തന്നെ, ഐ വിൽ റിവീൽ മൈസെൽഫ് ടു ദം. ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. നമുക്ക് ദൈവത്തെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നേ പറ്റൂ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിച്ചാലോ നമുക്ക്? കർത്താവ്, ഈ അടുത്ത 4 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുക. എന്റെ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം മാറണം. എന്റെ ദൈവത്തോടുള്ള ആ ഒരു പ്രതികരണം, ദൈവത്തോടുള്ള, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാം ഈ ദിവസങ്ങളിൽ ഒന്ന് മാറട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ഗോഡ്. 19-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വലിപ്പവും ദൈവത്തിന്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കണമെങ്കിൽ ആകാശത്തോട് ചോദിച്ചാൽ മതിയെന്ന്. ആകാശത്തോട് ചോദിച്ചാൽ നമുക്കിപ്പോ ഒന്നും പിടികിട്ടത്തില്ല. പക്ഷെ ആകാശത്തെ കുറിച്ച് പഠിച്ച ആൾക്കാരുണ്ട്, നമ്മുടെ ശാസ്ത്രജ്ഞന്മാര്. നാസയോടൊക്കെ ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ഈ പ്രപഞ്ചത്തിനൊക്കെ എന്തോ വലിപ്പമുണ്ടെന്ന്. അപ്പം അതൊക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന്. പ്രൈസ് ഗോഡ്. 1-2 ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ താമസിക്കുന്ന ഭൂമി 24,000 സ്ക്വയർ ഡയമീറ്റർ ഉള്ളത്. 24,000 സ്ക്വയർ ഡയമീറ്റർ ഉള്ളത്. 24,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വലുതൊന്നും അല്ല അല്ലേ? ഭൂമിയുടെ സെന്ററിൽ നിന്ന് ഒരു കോണിലോട്ട് അളന്ന 12,000 കിലോമീറ്റർ ഉള്ളൂ. 13,000 കിലോമീറ്റർ അടുത്ത്.
അപ്പൊ അതിന്റെ ഇരട്ടി കൂട്ടി നോക്കിയാൽ അതിന്റെ ഡയമീറ്റർ അത്രേ ഉള്ളൂ, അതിന്റെ വിസ്താരം അത്രേ ഉള്ളൂ. ഈ ഭൂമി തന്നെ എത്ര വലുതായിട്ട് നമുക്ക് തോന്നുന്നേ അല്ലെ? ഈ ഭൂമി തന്നെ എവിടെയെങ്കിലും പോവാൻ, ഇപ്പൊ തന്നെ ആണെങ്കിൽ ഈ എന്തുവാ വിസാക്കാരുടെ പ്രശ്നം കാരണം വിസ ഇല്ലാത്തടത്തും പോകാൻ മേലാത്ത അവസ്ഥ. ദൈവം സൃഷ്ടിച്ച ഭൂമി പോലും എല്ലായിടത്തും വിസ ഇല്ലാതെ പോകാൻ നമുക്ക് പറ്റത്തില്ല എന്നൊരു അവസ്ഥയാണ് അല്ലെ? ഈ ചെറിയ ഭൂമിക്കകത്ത് പോലും നമുക്ക് എല്ലായിടത്തും യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ആ ഭൂമി ഇത്രയും വലുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനാണെങ്കിൽ ഈ ഭൂമിയേക്കാൾ 109 മടങ്ങ് വലിപ്പമുള്ള സൂര്യന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ വലിപ്പമായിരിക്കും അത് അല്ലെ? ഓക്കെ, ഭൂമിയേക്കാൾ 109 മടങ്ങ് വലിപ്പം സൂര്യനുണ്ട്. ആ സൂര്യനേക്കാൾ 10 ലക്ഷം മടങ്ങ് വലിപ്പമുള്ള വലിയ നക്ഷത്രത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ന് പറഞ്ഞാൽ ഒരു വലിയ വട്ടം അങ്ങോട്ട് വരച്ചിട്ട് ആ വട്ടത്തിന്റെ ഏറ്റവും അടി കൊണ്ടൊരു ഒരു പേന കൊണ്ട് ഒരു പൊട്ടിട്ടാൽ അത്രേ ഉള്ളൂ സൂര്യൻ ആ നക്ഷത്രത്തിന്റെ മുമ്പിൽ. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ നക്ഷത്രത്തിന്റെ അടി കൊണ്ടൊരു പൊട്ടുപോലെ ഉള്ളൂ സൂര്യൻ. ആ സൂര്യനേക്കാൾ 109 മടങ്ങ് ചെറുതാ ഭൂമി. ആ ഭൂമിക്കകത്ത് ജീവിക്കുന്ന എന്റെ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൊടിയുടെ അത്രയും പോലും ഉണ്ടോ നമ്മൾ? പൊടിയുടെ അത്രയും പോലും. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് മനസ്സിലാക്കുന്നത്. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നോക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിനവൻ എന്ത്. ഇപ്പോഴാ വാക്യത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലാകുന്നല്ലേ? ഇനിയും പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെയുള്ള ഈ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് തന്നെ മാറും. നമ്മൾ താമസിക്കുന്ന ഈ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥം എന്ന് പറയുന്ന നമ്മുടെ ഈ ഗാലക്സിക്കകത്തുണ്ട് 40,000 കോടി നക്ഷത്രം. 40,000 കോടി നക്ഷത്രമുണ്ട് നമ്മുടെ ഈ ഒറ്റ മണ്ഡലത്തിനകത്ത് തന്നെ. ഇതുപോലുള്ള കോടാനും കോടി നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്. എണ്ണിയാലും ഒരായുസ് മുഴുവൻ എണ്ണിയാ തീരാത്ത എത്ര നക്ഷത്രം ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇതിനെയൊക്കെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെയാ ഞാൻ സേവിക്കുന്നു എന്നുള്ള ആ ഒരു എന്താ പറയുന്നേ, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു അഹങ്കാരം അല്ലെ? ഈ ദൈവത്തെ എനിക്കറിയാം, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തെ എനിക്കറിയാവുന്നതായ എന്റെ അഹങ്കാരം. ഐ ആം പ്രൗഡ് അബൌട്ട് ഹിം. പ്രൈസ് ഗോഡ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞു, പ്രശംസിക്കുന്നവൻ വേറെ ഒന്നിലും പ്രശംസിക്കല്ലേ, എനിക്ക് അവനെ അറിയാമെന്ന് പറയുന്നതിനകത്ത് പ്രശംസിച്ചോണം, അതിനകത്ത് കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ഗാലക്സിയുടെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഏറ്റവും അടുത്തുള്ള ഗാലക്സിയുടെ പേരാണ് അർമെഡ എന്ന് പറയുന്ന അടുത്തൊരു ഗാലക്സി അല്ലെ? അർമെഡ എന്നെ പേര്. യെസ്. ആ ഗാലക്സിക്കകത്തുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിന്റെ കട്ട് ഞാൻ കണ്ടു. അതിനകത്തും പറഞ്ഞിരിക്കുന്ന 40,000 കോടി നക്ഷത്രങ്ങൾ അടുത്തുണ്ട്. എന്തുവാ ദൈവമക്കളെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയൊക്കെ എന്റെ പോയിന്റ് ഇതാ, ഇതിനെ ഇത്രയും നക്ഷത്രങ്ങളെയൊക്കെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിക്കാനും അതിനെയൊക്കെ പേരിട്ട് വിളിക്കാനും പറ്റുന്ന എന്റെ ദൈവത്തിന്റെ വലിപ്പം എന്തുമായിരിക്കും? ആ ദൈവത്തെയാണ് ഇന്നത്തെ മനുഷ്യനൊക്കെ ഈ തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി ദൈവം അങ്ങനൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്റെ തലമണ്ടയ്ക്ക് വലിപ്പം ഇല്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ തലമണ്ടയ്ക്കകത്ത് കൊള്ളുന്നതല്ല എന്റെ ദൈവം. എന്റെ തലമണ്ടയ്ക്കകത്ത് കൊള്ളുന്നതാണെങ്കിൽ അത് ദൈവമല്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ചിന്തയ്ക്കും, അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ, കാരണം അവൻ അത്രയും വലുതാണ്. പ്രൈസ്. ഇന്ന് രാത്രി നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നമ്മൾ പറഞ്ഞ ഭാഗത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ജ്ഞാനവും വെളിപ്പാടും നമ്മുടെ അകത്ത് വരുമ്പോൾ, ആ ആത്മാവും നമ്മുടെ അകത്ത് വരുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ദൈവത്തെക്കുറിച്ചുള്ള റെസ്പെക്റ്റും നമ്മുടെ അകത്തുണ്ടാവും. താഴോട്ട് വരുമ്പോൾ അടുത്ത 18ാമത്തെ വാക്യത്തിന് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ എന്തോ സംഭവിക്കും? 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ വിളിയാലുള്ള ആശയനത. എന്തിനാണ് എന്നെ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, എന്തിനാ എന്നെ വിളിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്, അവന്റെ വിശുദ്ധന്മാരോട് കൂടെയുള്ള നമ്മുടെ അവകാശത്തിന്റെ മഹിമാധനം. അത് മനസ്സിലാക്കാൻ കട്ടിയുള്ള പദമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പറഞ്ഞു തരാം. നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ളത് തിരിച്ചറിയുക. അതെങ്ങനെ സംഭവിക്കൂ? നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാലേ സംഭവിക്കൂ. ഇനി 3ാമത്തെ കാര്യം, അവിടെ എഴുതിയിരിക്കുന്ന 19ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതാണെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതായതുകൊണ്ട് ഞാൻ അവിടെ ഈ ഭാഗം അവസാനിപ്പിച്ചിട്ട് മുൻപോട്ട് പോവുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന ഭാഗം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ മനസ്സിലാകും എന്നെ ദൈവം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചെന്നുള്ളത്. അത്രയും മനസ്സിലായോ? ഓക്കെ, 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്ന്, യേശുവിന്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവയവങ്ങളായിരിക്കുമ്പോൾ ഉപയോഗമില്ലാതെ അല്ല നമ്മളെ ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഒരു കല്ലിനോട് ഉപമിച്ചാണ് ദൈവസഭയിൽ നമ്മളെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കല്ലിനും സഭയിൽ എന്തുകൊണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു വീടിനകത്ത് കല്ലിന് ഉത്തരവാദിത്വം ഉള്ളതുപോലെ, അല്ലെങ്കിൽ അതിനൊരു ഒരു റോൾ ഉള്ളതുപോലെ നമുക്ക് ഒരു റോൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. 3ാമത്തെ കാര്യം പറഞ്ഞത്, നമ്മുടെ മേലൊരു വിളി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം.
ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്തുവാണ് എക്സാക്ട്ലി? ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്തോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒക്കെ ശിഷ്യന്മാരുടെ രീതികളുണ്ടല്ലോ, ഗുരുശിഷ്യ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിലാണ് ബൈബിളിലും ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിസൈപ്പിൾഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്, ഗ്രോയിങ് ആൻഡ് ഫോളോവിങ് ദ ടീച്ചിങ്സ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പഠിപ്പിച്ചതും യേശു ക്രിസ്തുവിന്റെ ലൈഫിന്റെ എക്സാമ്പിളും ഇതൊക്കെ കണ്ട് പഠിക്കുക, അതിനകത്ത് വളരുക, യേശുവിനെ ഫോളോ ചെയ്യുക. ഇതാണ് അതിന്റെ അർത്ഥം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. യേശു കാണിച്ച തന്റെ ജീവിതത്തിന്റെ എക്സാമ്പിൾസും പിന്നെ യേശു പഠിപ്പിച്ച കാര്യങ്ങളും കേട്ടും കണ്ടും പഠിക്കുകയും അതിനകത്ത് വളരുകയും യേശുവിനെ ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ശിഷ്യത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേറൊരു ഭാഷ കൊണ്ട് പറയാം. In other words, becoming a faithful follower of Jesus Christ and living according to his example and encouraging others to do the same. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ചെയ്തതും പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ നമ്മൾ വിശ്വസ്തരായി ഫോളോ ചെയ്യുകയും യേശുവിനെ അനുഗമിക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മളെ പോലെ മറ്റുള്ളവരെയും അത് അനുഗമിക്കാൻ അതുപോലെ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം, പിന്നീട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഓക്കെ, അധികം കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മുമ്പോട്ട് പോകാം. ഓക്കെ, റെയ്നാർഡ് ബോങ്കെ എന്ന് പറഞ്ഞൊരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റെയ്നാർഡ് ബോങ്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഒരു വലിയ ദൈവദാസന, ആഫ്രിക്കയെ മാറ്റിമറിച്ചൊരു വലിയ ദൈവദാസന. ഇദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ പോയി കാണാനുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അത് പറയാൻ വേണ്ടി ഞാൻ വന്നത്. ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, Satan's trick to block evangelism is to keep churches busy with activities that have nothing to do with the soul winning. എന്ന് പറഞ്ഞാൽ സഭകളെ ആത്മാക്കളെ നേടുന്നതുമായിട്ട് ബന്ധപ്പെടാത്ത എന്തെങ്കിലും ആക്ടിവിറ്റിക്കകത്ത് അവരെ ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ് സുവിശേഷത്തെ തടയാൻ വേണ്ടി പിശാച് ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാർഗം. എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഭയങ്കര ആക്ടിവിറ്റിയാ, ഡാൻസും കൂത്തും പാട്ടും പരിപാടി ഇഷ്ടം പോലെ ഉണ്ട്. ആത്മാക്കളെ നേടുന്ന ഒരു പരിപാടിക്ക് അതും ചർച്ച തലയെടുത്തില്ല, കൈവെക്കത്തില്ല. ഇങ്ങനെ ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ഇന്നത്തെ വലിയൊരു തന്ത്രം. ഈ ഒരു മനുഷ്യൻ പറഞ്ഞതാ. അതായത് 79 മില്യൺ ആൾക്കാരെ കർത്താവിലേക്ക് നേടിയ ഒരു മനുഷ്യൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത്. നിസ്സാരമായിട്ട് അതിനെ കാണല്ലേ. 79 മില്യൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 10 ലക്ഷം ഇൻറ്റു 79 കൂട്ടി നോക്കൂ. ക്ലാസ് കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി എത്രയാന്ന് ഉത്തരം. അത്രയും പേരെ കർത്താവിന് വേണ്ടി നേടിയൊരു ദൈവദാസൻ അദ്ദേഹം പറഞ്ഞതാണ്. ഇന്ന് സഭകളെ പിശാച് ബിസിയാക്കി വെച്ചേക്കുക. എന്തുവാ? ആത്മാക്കളെ നേടുന്ന പരിപാടിക്കകത്തൊന്നുമല്ല, എന്തൊക്കെയോ പരിപാടികളാണ്, ഇഷ്ടം പോലെ പരിപാടികളൊന്നും. എനിവേ, ഓക്കെ, നമ്മൾ ആരെയും കുറ്റം പറയാതെ വിധിക്കുകയല്ല, സോറി. ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന്റെ ഷേപ്പ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സുവിശേഷം പറഞ്ഞിട്ടുള്ള ദൈവദാസനാണ് ബില്ലി ഗ്രഹാം. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് യേശുവിന്റെ ലാസ്റ്റ് വേർഡ് എന്തുവായിരുന്നു അറിയാം? ഗോ, പോകുക എന്നാ കർത്താവ് പറഞ്ഞു. ലാസ്റ്റ് കർത്താവ് പറഞ്ഞ വാക്കതാ അല്ലേ? ഓർമ്മയുണ്ടോ? ഗ്രേറ്റ് കമ്മീഷൻ നമ്മൾ വായിക്കുന്നത്, നമ്മളെ ഭാഗത്തിലേക്കൊക്കെ പിന്നീട് വരും. കർത്താവ് പറഞ്ഞത് ഗോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ ആൾക്കാരെ കണ്ടെത്തണം, അവരെ എംപവർ ചെയ്യണം, അവരെ ശക്തിപ്പെടുത്തണം, അവരെ എക്വിപ്പ് ചെയ്യണം, എന്നിട്ട് അവരെ അയക്കണം. ഇതാണ് സുവിശേഷ വേല, ഇതാണ് സഭയുടെ ഉത്തരവാദിത്വം. ആൾക്കാരെ കണ്ടെത്തണം, സുവിശേഷം പറയാൻ താല്പര്യമുള്ളവരെ, ദാഹമുള്ളവരെ അവരെ കണ്ടെത്തുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളോടെല്ലാം പറയട്ടെ, നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം ഇതാ. ഇതിന് യോഗ്യരായവരെ, വിശ്വസ്തരായവരെ, ഇത് ഏൽപ്പിക്കാൻ കഴിയുന്നവരെ. തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? നീ ഇത് നിന്റെ മേൽ ദൈവത്തിന് എന്റെ കൈവൽപ്പിനാൽ നിനക്ക് കിട്ടിയ കൃപാവരങ്ങളൊക്കെ നീ എന്ത് ചെയ്യണം? അത് വിശ്വസ്തരായവരെ ഭരമേൽപ്പിക്കണം, അതിന് യോഗ്യരായവരെ ഭരമേൽപ്പിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരും നിസാരക്കാരല്ല, യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ് നമ്മള്. വലിയൊരു ഡ്യൂട്ടി നമുക്കുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. കുറെ ആൾക്കാരെ കണ്ടെത്തി അവരെ ശക്തിപ്പെടുത്തി അവരെ അയക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി അയക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തന്നെ പോവുക. നമുക്ക് പോകാൻ പറ്റിയില്ലേ അയക്കുക, അല്ലെങ്കിൽ അയക്കാൻ ആൾക്കാർക്ക് കാശ് കൊടുത്താലേ അയക്കുക. നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഓക്കെ, റൈറ്റ്. ഇദ്ദേഹം പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണത്. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് സാൽവേഷൻ ഇസ് ഫ്രീ ബട്ട് ഡിസൈപ്പിൾഷിപ്പ് കോസ്റ്റ് എവറിത്തിങ് വി ഹാവ്. എന്ന് പറഞ്ഞാൽ സാൽവേഷൻ ഫ്രീയാ, കർത്താവ് സാൽവേഷൻ ഫ്രീ ആയിട്ടാണ് നമുക്ക് തന്നത്. പക്ഷേ ശിഷ്യത്വം എന്ന് പറയുന്നത് ഇതിന് വില കൊടുത്തേ പറ്റൂ. വില കൊടുക്കാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാമോ? ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഇങ്ങനെ ചെവി ഓർത്തിരിക്കും, എനിക്ക് വേണ്ടി ദൂത് വല്ലതും ഉണ്ടോ എന്ന് അറിയണം. ഈ ദൂത് കേട്ട് ഒരു പരുവായിരിക്കുക അല്ലെ. നന്നാവോ അതുമില്ല, വല്ലവർക്കും പ്രയോജനമുണ്ടോ അതുമില്ല, ദൂത് കേപ്പ് നിർത്തുവോ അതുമില്ല. ദൂതൊന്നും, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന ആളാ, പ്രവചനം കേൾക്കാൻ ഇഷ്ടമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് അതപ്പതിച്ചു പോകല്ലേ. അത് വല്ല കാര്യമുള്ള പ്രവചനം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല,
ഈ ദിവസങ്ങളിൽ ഞാൻ നമ്മൾ അതിനെപ്പറ്റി കുറ്റം പറയുന്നില്ല, ഓട്ടെ പോട്ടെ, ആ ഭാഗത്തേക്ക് നമുക്ക് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കാൻ പ്രയോജനം ഒന്നും കേൾക്കുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്റ്റോപ്പ് അവിടെ അല്ല. വണ്ടി മുമ്പോട്ട് പോട്ടെന്നേ, വണ്ടി മുമ്പോട്ട് പോട്ടെ, അവിടെ ഒന്നും നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കുണ്ട്. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ലോകം അറിയപ്പെടുന്ന ലോക പ്രശസ്തനായ ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവായിരിക്കും, പോളി യോങ്കിച്ച് എന്ന് പറയുന്ന ദിവസം. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണിത്. പ്ലേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ പ്ലേ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. നിങ്ങൾക്കറിയാം, ഈ മനുഷ്യൻ വളരെ പ്രായമായി കിടക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ പ്രായമായ സമയത്തല്ല, അദ്ദേഹം രോഗിയായിട്ട് കിടക്കുന്ന ഒരു സമയത്ത് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി, ഒരു പെൺകുട്ടി ചെന്ന് അദ്ദേഹത്തിന് ട്രാക്ട് കൊടുത്താണ് ഈ മനുഷ്യൻ രക്ഷയിലേക്ക് വരുന്നത്. ഒരു പെൺകുട്ടി ട്രാക്ട് കൊടുത്തതാണ്. ആ പെൺകുട്ടിക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ മനുഷ്യൻ നേടിയത് ഒരു രാജ്യത്തെ മൊത്തം കർത്താവിലേക്ക് നയിച്ചത്. ദൈവമക്കളെ, നിങ്ങൾ ഒരാളെ കർത്താവിലേക്ക് കൊണ്ടുവന്നാൽ, ഒറ്റ ഒരാളെ കർത്താവിലേക്ക് നയിച്ചാൽ അവരെങ്ങനെ പ്രയോജനപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരെ അസാധാരണമായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി മനുഷ്യൻ, ലോകത്തിലേക്ക് ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ, ലോകത്തിലേക്ക് ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ. അദ്ദേഹത്തിന്റെ സഭയിലെ വിശ്വാസികളുടെ എണ്ണം 8 ലക്ഷമായിരുന്നു. 8 ലക്ഷം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ വന്നത് ഓർമ്മയുണ്ടോ? നിങ്ങൾ കണ്ടായിരുന്നു, TV കണ്ടു കാണുമായിരിക്കും. പവർ വിഷൻ ചാനലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അവിടെ വന്നത്. അവരുടെ സഭയിൽ ഇപ്പോഴത്തെ പാസ്റ്റർ വന്നത്. ഇദ്ദേഹം മരിച്ചുപോയി. ശക്തമായ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിച്ചൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞു വന്ന ഞാൻ ഇവരെയൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യനെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ നമുക്കൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഇനി ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഓക്കെ, എന്നെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞില്ലായിരുന്നു. എനിവേ, ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ശ്രീലങ്കയിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു പാസ്റ്ററെ കൊണ്ടുവന്നു. ആ പാസ്റ്റർ പറഞ്ഞ ഒരു സ്റ്റോറി, അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്നൊരു സ്റ്റോറിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ആ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ ശ്രീലങ്കൻ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. ദൈവാത്മാവ് പറഞ്ഞു ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ. ദൈവാത്മാവ് പറഞ്ഞെങ്കിലും പുള്ളിക്ക് ഒരു സംശയം. എടാ, തെരുവിൽ വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാരനെ വിളിച്ചുകൊണ്ട് എങ്ങനെ വീട്ടിൽ പോകും? പുള്ളിക്ക് ഭയങ്കര മടിയായി. കാരണം ഭയങ്കര ഹൈ റിസ്കി ഉള്ള പരിപാടി. കാരണം ഇവൻ ആരാ ഒന്നും അറിയത്തില്ല. പക്ഷേ അദ്ദേഹം ഇഗ്നോർ ചെയ്തു വീട്ടിൽ പോകുന്നു. പിന്നീടും ഈ മനുഷ്യനെ എപ്പോ കാണുമോ അപ്പോഴെല്ലാം ദൈവാത്മാവ് ഈ മനുഷ്യന്റെ ഹൃദയത്തെ പറയുകയാണ്, ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകും, ഇദ്ദേഹത്തെ ഇവിടെ വെക്കരുത്. അങ്ങനെ കുറെ പ്രാവശ്യമായി അവസാനം ഇദ്ദേഹം എന്തായാലും പരിശുദ്ധാത്മാവ് പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നു. അവനോട് പറഞ്ഞു, നീ എന്റെ കൂടെ വരുന്നോ? അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ താടിയൊക്കെ, പ്രാകൃതമായിരുന്ന ശരീരം, അദ്ദേഹത്തിന്റെ താടിയൊക്കെ വെട്ടി, തലമുടിയൊക്കെ വെട്ടി, അദ്ദേഹത്തിന് നല്ല ഡ്രസ്സൊക്കെ കൊടുത്തു, കുളിപ്പിച്ചു, അദ്ദേഹത്തെ വൃത്തിയാക്കി വീട്ടിൽ താമസിപ്പിച്ചു. 2.5 വർഷം ആ മനുഷ്യനെ ബൈബിൾ പഠിപ്പിച്ചു. അവസാനം ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ബൈബിളിൽ തറവായി, നന്നായിട്ട് വചനം പഠിച്ചു, കാര്യങ്ങളെല്ലാം റെഡിയായി. അദ്ദേഹം, ഞാൻ ചുരുക്കി അങ്ങ് പറയാം, ഇന്ന് നിങ്ങള് ശ്രീലങ്കൻ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ചെന്നാൽ അവിടെ ഈ കോവിഡിന് മുമ്പ് ഈ കഥ ഞാൻ കേൾക്കുന്നത്, കോവിഡിന് മുമ്പ് ഞാൻ കഥ കേൾക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ സ്റ്റോറി എന്നോട് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് അദ്ദേഹത്തിന്റെ സഭയിൽ 5000 പേരുണ്ട്. 5000 പേരുടെ ഒരു സഭയുടെ പാസ്റ്ററാണ് ആ ഭിക്ഷക്കാരൻ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കും. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്നു. ഇന്ന് രാത്രി ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവരുടെ അകത്ത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ പകർന്ന് ഈ ലോകത്തിൽ എങ്ങനെ അവരെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെ ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ഒരു ദൈവത്തെ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ഗോഡ്. ഒന്ന് പറഞ്ഞ്, എന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഭിക്ഷക്കാരനെ ഉപയോഗിക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ എന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പറ്റും. കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ദേവദാസനെ ഡൽഹി കൊണ്ടുവന്ന പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ ആ ദേവദാസിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? കാരണം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അറിയാൻ എന്തുവാ കാര്യം. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോവിഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചർച്ച 10,000 പേരായിരുന്നു. കോവിഡും കഴിഞ്ഞ് പിന്നീട് 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, ദേവദാസനെ ഇപ്പൊ വല്ല അറിവുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ അദ്ദേഹത്തിന്റെ ചർച്ച 15,000 പേരായിരുന്നു. ഒരു ഭിക്ഷക്കാരന്റെ ചർച്ചില് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. വഴി ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ, ജീസസ്, ഇന്ന് 15,000 പേരുള്ള വിശ്വാസികളുടെ സഭയുടെ പാസ്റ്റർ. ദൈവത്തിന് എന്തോ ചെയ്യാൻ പറ്റാത്തത്? ഓക്കെ, നമുക്ക് മുൻപോട്ട് പോകാം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് യേശുവിനെ പറ്റി ആരോടെങ്കിലും പറയാൻ അവസരം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. ആ ഒരു വ്യക്തിയായിരിക്കും കർത്താവ് ചിലപ്പം ഉപയോഗിക്കാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ആ വ്യക്തിയെ മറികടന്ന് പോകരുത്. സോ നമ്മുടെ ഉത്തരവാദിത്വം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഓക്കെ, ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു ഇംഗ്ലീഷ് വീഡിയോ എന്റെ കിടക്കുന്നത്, സോ അത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നമ്മളിനി നമ്മുടെ സീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രധാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ശിഷ്യത്വം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് ഈ ശിഷ്യത്വത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്നുള്ളത് നമ്മൾ വേഗത്തിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനൊരു കുറെ കാരണങ്ങൾ. ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾ സുവിശേഷ വേല ചെയ്യേണ്ടത്, അല്ലെ സഭയിലുള്ള ആളുകളെല്ലാം ഇത് ചെയ്യേണ്ടതിന്റെ കാരണം എന്താണ്? ഒന്ന് രണ്ട് കുറെ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നു. ഞാനത് വേഗത്തിൽ നിങ്ങളോടൊന്ന് പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് പറയുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ആർക്കും ഇനി മേലിൽ എക്സ്ക്യൂസ് കർത്താവ് ഇത് എന്റെ പരിപാടി അല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ആരും ഇത് കേട്ടിട്ട് സ്കിപ്പും ചെയ്ത് പോകല്ല, ആരും എക്സിറ്റും ചെയ്ത് പോകല്ല, മൊത്തം ഇത് കേട്ടച്ച് പോകും കേട്ടോ. ഇരുന്നു ഇനി മൊത്തം കേട്ടച്ച് നനഞ്ഞു എന്തായാലും ഇനി കുളിച്ചിട്ടേ കയറാൻ പറ്റും. ഓക്കെ, നോ എക്സ്ക്യൂസ്. ഓക്കെ, ഒന്നാമത്തെ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശിഷ്യത്വം അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഉളവാക്കേണ്ടതിന്റെ കാര്യം. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ. ഈ വാക്യം നമുക്കറിയാവുന്ന, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പൊ എന്റെ മനസ്സിലേക്ക് ഞാനിത് 2013 ഒരിക്കൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാത്മാവ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റ് എന്റെ മനസ്സിലിടുന്നത്. അന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ചോദിച്ച കാര്യമാണ്, എടാ ഞാൻ എന്തോ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരെ ഉളവാക്കാൻ അതിനകത്ത് എഴുതി വെക്കുന്നത്. അപ്പം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ചോദിക്കുക, അല്ലെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരിക, സഭയിൽ ഇപ്പൊ ആരാ ഇരിക്കുന്നേ? സഭയിലാണ്ടത് ഇരിക്കുന്നു മൊത്തം വിശ്വാസികള്, അതും 10 15 വർഷം പഴകും തോറും ഈ മുഷടും കൂടും, വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസിയും കൂടും. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ പഴകും തോറും ഈ സാധനത്തിന് വല്ല എസൻസ് കൂടും, അല്ലെ, അതിന്റെ കട്ടി കൂടും. ഇങ്ങനെ കട്ടി കൂടി മൊരടിച്ച് വളഞ്ഞ് വരന്റെ ഒരു പരുവത്തിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പറയുന്ന, ഞാനേ 15 വർഷമായ കേട്ടോ, അറിയത്തില്ലേ. ഈ പുതിയ വരുന്ന ആൾക്കാരെ കാണുമ്പോ ഒക്കെ നമുക്ക് ഈ പഴയതിന് വലിയ പുച്ഛമാണ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, നിന്നെ വിശ്വാസിയായിട്ടിരിക്കാനാണ് കർത്താവ് വിളിച്ചേ. കർത്താവ് ആരോടും പറഞ്ഞില്ല ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതിയെയും വിശ്വാസിയാക്കി സഭയെ കൊണ്ടിരുത്തണമെന്ന് കർത്താവ് പറഞ്ഞില്ല ആരോടും. കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻ. സകല രാജ്യങ്ങളിൽ പോവുക, ലോകത്തിന്റെ അറ്റത്തോളം പോയി ശിഷ്യരാക്കാനാ പറഞ്ഞു, വിശ്വാസിയാക്കാനല്ല പറഞ്ഞു. എന്നെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ, നാളെ ഫസ്റ്റ് മീറ്റിംഗ് ക്യാൻസൽ ആണെന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി, സഭയിൽ കർത്താവ് വിശ്വാസികളെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഓക്കെ വിശ്വാസി ആയിരുന്നു കുഴപ്പമില്ല, ഒരു 3 മാസം അങ്ങേറ്റം 6 മാസം വരെ ഇരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ശിഷ്യനാകണമെന്നേ ഒന്ന് ചോദിച്ച, നമ്മളോട് തന്നെ ചോദിച്ചു, പിന്നെ ഞാൻ എന്നെ വിശ്വാസിയായിട്ടിരിക്കുന്നത്? നിങ്ങളോട് തന്നെ ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇറക്കി വിടുക, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ സ്വാതന്ത്ര്യം തരും, നിങ്ങൾ തന്നെ ചോദിച്ചാൽ മതി. സഭയിൽ ആരാ വേണ്ടിയത്? സഭയിൽ വേണ്ടിയത് ശിഷ്യനാ വേണ്ടിയത്. ഓക്കെ, നമ്മൾ ഇനി അതിന്റെ ഗൗരവമായ കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോകാം. ഗൗരവമായ ആരും ഓടിപ്പോലെ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നാമത്തെ കാരണം, യേശു ശിഷ്യന്മാരെ ഉളവാക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെ. യേശു ശിഷ്യന്മാരെ ഉളവാക്കി, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളും ശിഷ്യന്മാരെ ഉളവാക്കണം. ഓക്കെ, യേശു തന്നെ ശിഷ്യന്മാരെ, നമുക്കിനി ആ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, നമ്മളെല്ലാം വിശ്വാസികളായതുകൊണ്ട് വാക്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗം പറഞ്ഞങ്ങ് വിടുക. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്, നാം ചെയ്തു പോരേണ്ടതിന് അവൻ നമുക്കൊരു നല്ല മാതൃക വെച്ചു പോയിരിക്കുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്തു പോരാൻ കർത്താവ് ഒരു നല്ല മാതൃക വെച്ചു പോയിരിക്കുക. അപ്പൊ കർത്താവ് ചെയ്ത് കാണിച്ച മാതൃകയ്ക്കകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് താൻ ശിഷ്യന്മാരെ ഉളവാക്കി. ഈ വാക്യമൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചോ, പിന്നീട് ധ്യാനിച്ചാൽ മതി. നമ്മൾ അത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി സമയം എടുക്കും. 4 ദിവസം കൊണ്ട് ഈ ക്ലാസ് തീരത്തില്ല. കഴിഞ്ഞ 7 ദിവസമായിട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ക്ലാസ് തീർന്നില്ല, അതുകൊണ്ട് 4 ദിവസം കൊണ്ട് ഒന്നും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്നും വിശദീകരിക്കുന്നില്ല, സ്കിപ്പ് ചെയ്ത് പോകുക. നിങ്ങൾ വാക്യങ്ങൾ പകൽ സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചു നോക്കുക. ഓക്കെ, യേശു ശിഷ്യന്മാരെ ഉണ്ടാക്കിയത് കൊണ്ട് അത് ഒരു മാതൃകയായിട്ട് നമുക്ക് കാണിച്ചത് കൊണ്ട് നമ്മളും ശിഷ്യന്മാരെ ഉണ്ടാക്കിയേ പറ്റൂ. കാരണം യേശുവിന്റെ ലൈഫ് എന്ന് പറയുന്നത് മോഡൽ ലൈഫ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും ലോകത്തിലൊക്കെയും പോയി സകല ജാതികളെ ശിഷ്യരാക്കുക. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരും എന്ത് ചെയ്തു? അവരും ശിഷ്യന്മാരെ ഉളവാക്കി. ഓക്കെ, ആ വാക്യമൊക്കെ നമുക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 1:8 അവര് ശിഷ്യന്മാരായി, അവർ അനേക ശിഷ്യന്മാരെ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. യേശുവിന്റെ 12 ശിഷ്യന്മാരും ചെയ്ത കാര്യം എന്ന് പറയുന്നത്, അവരെല്ലായിടത്തും പോകാൻ പറ്റുന്നിടത്തെല്ലാം പോയി ഭൂലോകത്തുള്ള സകല ആളുകളെയും കഴിയുന്നിടത്ത്, പ്രത്യേകിച്ച് അന്ന് അറിയപ്പെട്ടിരുന്ന ഭൂഖണ്ഡങ്ങളിൽ മുഴുവൻ അവർ പോയി. അവിടെ എല്ലാം പോയി എന്താ അവർ ചെയ്തത്? കർത്താവിന്റെ സാക്ഷിയായി, യേശുവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ട് അവർ പോയി. അതാണ് അവരെ കൊണ്ട് ദൈവം ചെയ്യിച്ച കാര്യം, അവർ ചെയ്ത കാര്യം. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരെ ഉളവാക്കിയെങ്കിൽ നമ്മളും യേശുവിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് നമ്മളും അത് ചെയ്തേ പറ്റൂ. നോ എക്സ്ക്യൂസ്. ഓക്കെ, മൂന്നാമത്തെ കാരണം യേശുവിന്റെ 3rd ജനറേഷനെ നോക്കി. യേശുവിന്റെ അവിടുന്ന് അടുത്തതിന്റെ 12 ശിഷ്യന്മാര്,
ആ കൂട്ടത്തിലുള്ള 70 ശിഷ്യന്മാർ വേറെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അടുത്ത ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ പത്രോസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, അവരൊന്നും യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, പക്ഷെ യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരല്ല, യേശുവിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാ. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരും ശിഷ്യന്മാരെ ഉളവാക്കി, യേശുവിൻ ശിഷ്യന്മാരെ ഉളവാക്കി, യേശുവിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരെ ഉളവാക്കി. പൗലോസിനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഈ ഭാഗത്തെ കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും, അതുകൊണ്ട് അവിടെ നിർത്തി വായിക്കാൻ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 14, 21, 22 ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, പിന്നീട് നമ്മൾ ആ ഭാഗത്തേക്ക് വരും. പൗലോസ് പറയുക, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പൊ ഇത്രയും ഗൗരവത്തോടെയാണ് പൗലോസ് ശിഷ്യത്വത്തൊക്കെ കണ്ടത്. പൗലോസ് പോയ പട്ടണങ്ങളിൽ 14, 21 എഴുതിയിരിക്കുന്നത്, പൗലോസ് പോയി അവിടെ വലിയൊരു കൂട്ടത്തെ ശിഷ്യന്മാരാക്കിയ ശേഷം അടുത്ത പട്ടണത്തിലേക്ക് പോയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ പൗലോസ് എന്ന് പറയുന്നത് ആരായിരുന്നു? യേശുവിന്റെ 3ാമത്തെ ജനറേഷനാണ്. അപ്പൊ ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു, പിന്നെ ശിഷ്യന്മാര്, അവരുടെ ശിഷ്യന്മാര്, ഇങ്ങനെ വന്നവരെല്ലാം ശിഷ്യന്മാരെ ഉളവാക്കി. നമ്മളെന്തോ ശിഷ്യന്മാരെ ഉളവാക്കാത്തെ? നീ ഇതിന്റെ വടിവെട്ടാൻ പോയതുള്ളൂ. നമ്മളിതിന്റെ ശിഷ്യത്വത്തിന്റെ ഈ ഡീറ്റെയിലേക്കൊട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വലിയ ഗൗരവമേറിയ കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, അടുത്ത 4ാമത്തെ റീസൺ, 4ാമത്തെ കാരണം എന്തുകൊണ്ട് നമ്മൾ ശിഷ്യത്വം ചെയ്യണം, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ റീസൺ എന്ന് പറയുന്നത് മത്തായി 28:18. നമ്മൾ എപ്പോഴും പറയുകയും എപ്പോഴും ചിന്തിക്കുകയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്, ഗോ 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 ഗോ. നമ്മൾ പോകുന്നില്ലെങ്കിൽ ഇപ്പോഴും വീട്ടിൽ കയറി നമ്മൾ ഇരിക്കുക. നമ്മൾ ചർച്ചയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ചർച്ചിലെ ആക്ടിവിറ്റിയാണ് നമുക്ക് ഇഷ്ടം. പ്രവാചകൻ ചർച്ചയിൽ വന്നാൽ നമുക്ക് സന്തോഷമാണ്. ഒരു ഉണർവ് യോഗം ചർച്ചിലുണ്ടെ ഭയങ്കര സന്തോഷമാണ്. കർത്താവ് പറഞ്ഞെന്തുവാ? ഗോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 7ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ സഭയെ ദൈവം ചിതറിച്ചു. ഇവർ ഒരുമിച്ച് കൂടിയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ദൈവം അവരെ ചിതറിച്ചു. എന്തിനാണെന്നറിയാമോ? സുവിശേഷം സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ്. സുവിശേഷം സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളെ പലയിടത്തും കൊണ്ടാക്കിയിരിക്കുന്നതും പലയിടത്തും നമ്മൾ പോകുന്നതിന്റെ ഒക്കെ കാരണം എന്തെന്നറിയാമോ? സുവിശേഷം അവിടെ എല്ലാം സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മളെ കുറിച്ചുള്ളത്, ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ ഇഷ്ടം. കർത്താവ് പറഞ്ഞു, ഗോ, ഭൂലോകത്തിലൊക്കെയും പോവുക, സകല ജാതികളെയും ശിഷ്യരാക്കുക. ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അടുത്ത ഭാഗം, 5ാമത്തെ ഭാഗം. ഇവിടെ ഞാൻ അല്പം വിശദീകരിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. മക്കളെ, നിങ്ങൾ ഈ താഴെ കാണുന്ന വാക്യങ്ങളെല്ലാം ഒന്ന് എടുത്തേ. ഇവിടെ നമ്മൾ അല്പം ഒന്ന് ഗൗരവത്തോടെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6ാം അധ്യായത്തിൽ ഇവിടെ ദൈവസഭയ്ക്കകത്തൊരു വലിയ പ്രശ്നം ഉണ്ടായി. ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ സഭയ്ക്കകത്തുണ്ടാകുന്ന ഒരു കാര്യം, അതിന്റെ 6ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ തന്നെ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് സമയം കളയണ്ട, ഞാൻ തന്നെ വായിക്കാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവനക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആ ആദ്യത്തെ വാക്ക് നിങ്ങളുടെ ബൈബിളിൽ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബൈബിളിൽ നോട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് മുഴുവൻ കാണുന്ന ശിഷ്യത്വം എന്നുള്ള വേർഡ്, ആ വേർഡ് നിങ്ങളുടെ ബൈബിളിൽ എവിടെ കണ്ടാലും നിങ്ങൾ മാർക്ക് ചെയ്യുക. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത്, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കാൻ പോവാം. ഓക്കെ, ആ കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. ഞാനിതിന്റെ കുറച്ചൊന്ന് റിയാലിറ്റി ഒക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ എന്നോട് വിഷമമൊന്നും വിചാരിക്കില്ല കേട്ടോ. ഞാൻ എന്റെ റിയാലിറ്റി കൂടെ ഒന്ന് പറഞ്ഞു പോവാണ്. നമ്മുടെ സഭയിൽ 6 എണ്ണോ വർദ്ധിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ സഭയിൽ തന്നെ ഒന്ന് കൂട്ടി നോക്കി, എത്ര ശിഷ്യന്മാരുണ്ട് നമ്മുടെ സഭയിൽ? ഇവിടെ വായിക്കുന്നു, ആ കാലത്ത്, ഞാൻ സഭയെ കുറ്റം പറയല്ല കേട്ടോ, ഞാനും എന്റെ അപ്പനും പാസ്റ്ററാ, ഞാനും പാസ്റ്റർ, എന്റെ അനിയന്മാർ 2 പേരുണ്ട്, അവരും പാസ്റ്ററാ. എന്റെ അപ്പന്റെ ഒരു പെങ്ങളുണ്ട്, ആ പെങ്ങൾ കിട്ടിയേക്കുന്ന ഒരു പാസ്റ്ററാണ്. അവർക്ക് 4 മക്കളുണ്ട്, 2 ആൺമക്കൾ, അവര് 2 പാസ്റ്റർമാര്, 2 പേര് പാസ്റ്റർമാരാ. 2 പെൺമക്കൾ കിട്ടിയേക്കുന്ന 2 പാസ്റ്റർമാരാ. ഞങ്ങൾ കുടുംബം മൊത്തം പാസ്റ്റർമാരാ. ഞാൻ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാം, ആരും കുറ്റം വിധിക്കുകയല്ല. വചനത്തിന്റെ റിയാലിറ്റി അത് നമ്മൾ ആര് ചെയ്താലും നമ്മളത് പറഞ്ഞേ പറ്റൂ. ഓക്കെ, ഇതൊക്കെ പറയാനും ആരെങ്കിലും വേണ്ടേ അല്ലേ? ഓക്കെ, നാളെ മീറ്റിംഗ് ഉണ്ടോന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് പറയുക. ഓക്കെ, റൈറ്റ്. ആ കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി വന്നു. ചോദിച്ചേ, 6 എണ്ണം പെരുകി വന്ന ചർച്ചിനകത്ത്? പിന്നെ ഇന്നത്തെ സഭകളിലൊക്കെ ഈ എണ്ണം പെരുകുന്നില്ലെന്നുള്ളത് വേറൊരു വിഷയമാണ്. ഇനി അങ്ങേയറ്റം പെരുകിയാൽ ആരാ പെരുകുന്നേ? പെരുകുന്നില്ല. ഇനി 1-2 പേരങ്ങനെ മന്നന്നിരിക്കട്ടെ, ബൈ ചാൻസ് തെറ്റിക്കേറി അങ്ങനെ മന്നന്നിരിക്കട്ടെ. വളരെ കുറച്ച് സഭകളിലേ ഉള്ള ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് പുതിയതായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ പെറ്റുപെരുകിയൊക്കെ എണ്ണം കൂടുന്നതല്ലാതെ, അല്ലേ, സ്നാനപ്പെടുന്നതൊക്കെ ഈ മക്കൾ പ്രായമാകുമ്പോൾ സ്നാനപ്പെടുത്തുന്നതല്ലാതെ പുതിയ ആത്മാക്കളൊന്നും വന്ന് സ്നാനപ്പെടുന്ന സഭകളൊക്കെ വളരെ കുറവാണ്. മക്കളെ, എന്നോട് വിഷമമൊന്നും വിചാരിക്കില്ലേ. പച്ചയ്ക്ക് ഇതൊക്കെ പറഞ്ഞില്ല, പിന്നെ ആരാ പറയുന്നത്? ആരിലൊക്കെ ഒന്ന് പറയാൻ വേണ്ടേ? സാരമില്ല, അങ്ങ് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അഹങ്കാരമാണെന്ന് വിചാരിക്കല്ലേ. വചനത്തിൽ കണ്ട കാര്യം അങ്ങ് പറഞ്ഞെന്നുള്ളത് കർത്താവ് ദൈവം അങ്ങനെ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചതുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആ കാലത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ഇനി 2ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. ഇപ്പൊ സഭയിൽ കമ്മിറ്റി കൂടുക. കമ്മിറ്റിക്കകത്ത് ആരാ? 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി അവരോട് ഡിസ്കസ് ചെയ്യുക. അപ്പം കമ്മിറ്റിക്കകത്ത് ആരാ ഉണ്ടായിരുന്നേ? കമ്മിറ്റിക്കകത്ത് ശിഷ്യന്മാരാ ഉണ്ടായിരുന്നേ.
നമ്മുടെ കമ്മിറ്റിക്കകത്ത് ആരാ ഉള്ളത്? വഴക്കുണ്ടാകുമ്പോൾ കസേര എടുക്കുന്ന പാർട്ടികളാണ് നമ്മുടെ കമ്മിറ്റിക്കകത്തുള്ളത്. മുട്ടം വഴക്കുണ്ടാക്കാൻ ആർക്ക് പ്രാപ്തിയുണ്ടോ അവർ കറക്റ്റ് കമ്മിറ്റിക്കകത്ത് വന്നിരിക്കും. ദൈവമക്കളെ, ഇതൊക്കെയാ ദൈവസഭയുടെ ശാപം എന്ന് പറയുന്നത്. ഒരു ദൈവസഭക്കകത്തെ കമ്മിറ്റി എന്ന് പിരിച്ചു വിടുവോ അന്ന് സഭയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പരിശുദ്ധ സഭയ്ക്കകത്ത് കമ്മിറ്റി അല്ല വേണ്ടിയത്. പാസ്റ്ററിന് ദൈവം കൊടുക്കുന്ന ദർശനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് വേണ്ടിയത്. ആലോചനക്കാരൻ പരിശുദ്ധാത്മാവ്, ആലോചനക്കാരൻ കമ്മിറ്റിക്കാരനല്ല. പ്രൈസ് ഗോഡ്. ഇവിടെ വായിച്ചു നോക്ക്. ആത്മഭാരമുള്ള, ഇനി വേണ്ട, താഴോട്ട് വായിച്ചു നോക്കി. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മ നിറവും എന്തുവാ ഒക്കെ ഉള്ള, എന്താണ് അതിന്റെ 4ാമത്തെ വാക്യത്തിലല്ലേ എഴുതിയേക്കുന്നത്? ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും ഉള്ള, എന്തോ നല്ല സാക്ഷ്യമുള്ള ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പുരുഷന്മാരെ മേശമേൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കാനാ പറഞ്ഞത്. ചോറ് വിളമ്പാൻ ജ്ഞാനവും ആത്മാവും സാക്ഷ്യമുള്ളവരെ എടുക്കണമെന്ന്. അപ്പൊ പിന്നെ ലീഡേഴ്സിന്റെയും കമ്മിറ്റിക്കാരുടെയും കാര്യം പറയണ്ടല്ലോ. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിടികിട്ടുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. നമ്മുടെ സഭയുടെയൊക്കെ സ്ഥിതി മാറണം. നിങ്ങൾ ഇതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ സ്ഥിതി മാറണം. ചോറ് വിളമ്പത്, പണ്ടൊക്കെ നമ്മുടെ സഭയിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ ആത്മാഭിഷേകം പ്രാപിക്കാത്തവന് തമ്പേരടിക്കാൻ പോലും കൊടുക്കത്തില്ലായിരുന്നു പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാരൊക്കെ. കാരണം ഇവൻ ആത്മാവിലല്ല, ഇവനായിട്ട് ഉഴപ്പെന്നറിയാം. അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അഭിഷേകം ഇല്ലാത്തവനാ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. സ്വോത്രം. നമ്മളെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും ബുദ്ധിമുട്ടാവും അല്ലേ? ഓക്കെ, റിയാലിറ്റിയാ, എന്താ ചെയ്യാൻ പറ്റും? ഓക്കെ, നിങ്ങൾ അതിന്റെ 7ാമത്തെ വാക്യത്തിലേക്ക് വായിച്ച് 7ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ആരുടെ എണ്ണോ പെരുകിയേ? ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണേ. ഇംഗ്ലീഷ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് ദ നമ്പർ ഓഫ് ദ ഡിസൈപ്പിൾസ് വർ മൾട്ടിപ്ലൈഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാരുടെ എണ്ണം പെരുകി എന്നുള്ളതിന് മൾട്ടിപ്ലൈ ആയെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകുന്നതിന് ബൈബിളിൽ ദൈവവചനം പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ സിസ്റ്റം. മൾട്ടിപ്ലിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 1 2 ആകുന്നു, 2 4 ആകുന്നു, 4 8 ആകുന്നു, 8 16, 16 32, അങ്ങനെ പോകുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ സിസ്റ്റം. ഓർക്കുന്നുണ്ടോ യേശു ഈ 2 പേരെ അയച്ചത്? ആ മൾട്ടിപ്ലിക്കേഷൻ സിസ്റ്റമാണ് ദൈവം സഭയ്ക്കകത്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്റെയും നിങ്ങളുടെയും നമ്മൾ അടങ്ങുന്ന ഈ സഭയ്ക്കകത്ത് ദൈവജനം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ശിഷ്യന്മാരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ അങ്ങനെ നിന്ന് സംസാരിച്ചു പോയാൽ അധികം സമയം പോകുമല്ലോ. 9:1 വന്നാട്ടെ. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇവിടെ ശൗലിനെ നമുക്ക് കാണാം. ശൗല് ആരുടെ നേരെയാ ഭീഷണി ഉയർത്തിയത്? നിങ്ങൾക്ക് ബൈബിൾ ഉണ്ട്, നിങ്ങൾ എന്റെ കൂട്ടത്തിൽ എടുത്തൊന്ന് നോക്കി വായിച്ചു പോരാ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പിടികിട്ടും. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീതിയും കൊലയും മുഴക്കി. അപ്പം പെർസിക്യൂഷൻ ഉണ്ടായത് ആർക്ക് നേരെയാ? ഇപ്പൊ നമ്മുടെ കേരളത്തിലൊന്നും പൊതുവെ പെർസിക്യൂഷൻ ഉണ്ടാകാറില്ല. കാരണം കർത്താവിന്റെ വചനം പറഞ്ഞാലല്ലേ പെർസിക്യൂഷൻ ഉണ്ടാവുള്ളൂ. പെർസിക്യൂഷൻ ഇല്ല, വളരെ കുറവാ. ഓക്കെ, പെർസിക്യൂഷൻ ഒക്കെ കാണാൻ ഇങ്ങോട്ട് ഡൽഹിയിൽ പോവാം, നമുക്ക് കാണിച്ചു തരാം. ഇഷ്ടം പോലെ ഉണ്ട്. പ്രൈസ് ഗോഡ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങൾ കണ്ടോന്നറിയില്ല, ഒരു ഭയങ്കര വൈറലായിട്ട് വാർത്ത നടന്നുകൊണ്ടിരിക്കുക. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ഒത്തിരി പെർസെന്റേജ് ഉള്ള സ്ഥലമാണ്. അവിടെ 3 വില്ലേജ് ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് ഉള്ളത്. ഇപ്പം ഇവരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. തീരുമാനം എടുത്തെന്ന് അറിയത്തില്ല, എങ്ങനെ അത് സംഭവം എനിക്ക് റിയാലിറ്റി എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു വീഡിയോ ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറയുന്ന വീഡിയോ ഞാൻ കേട്ടതാ. അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളുടെ എല്ലാം വീട്ടിൽ കയറുക, എല്ലാത്തിന്റെയും കൈയും കാലും തല്ലി ഓടിക്കുക, അവരെ മാനഭംഗപ്പെടുത്തുക, അവരുടെ കഴുത്ത് വെട്ടുക തുടങ്ങിയുള്ള പരിപാടികൾ അവർ മാർച്ച് 1 പ്ലാൻ ചെയ്തേക്കുക. അവർ പറഞ്ഞ വീഡിയോ ഞാൻ കേട്ടതാ. ഞാൻ അന്ന് തീരുമാനം എടുത്തു, മാർച്ച് 1 വരെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല. എല്ലാ ദിവസവും ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ പ്രാർത്ഥിക്കും. അവരെന്റെ സഹോദരങ്ങളാ, അവർ ദൈവമക്കൾ, എന്റെ സഹോദരൻ, എന്റെ മാംസത്തിന് മാംസവും എന്റെ അസ്ഥിക്ക് അസ്ഥിയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതാ അറിഞ്ഞോ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നോർത്ത് ഇന്ത്യയിൽ, ഭാരതത്തിൽ പിശാച് വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഡൽഹിയിലും മറ്റേ ഗവൺമെന്റ് വന്നിരിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം അടഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവജനം പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ജനത്തെ പ്രാർത്ഥിക്കാൻ ദൈവം വഴിയൊരുക്കുന്നതാ, വേറെ ഒന്നുമല്ല. പ്രതിസന്ധികൾ ഉയരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവജനം മുട്ടുമടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. രാത്രി മുട്ടുമടക്കാൻ ദൈവജനം തയ്യാറാണെങ്കിൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ ദേശത്ത് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവെ അടിയനിതാ എന്ന് പറഞ്ഞു. കർത്താവിനോട്, നീ എഴുന്നേറ്റ് നേർവിധി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ
തർസോസുകാരനായ ശൗൽ എന്ന് പേരുള്ള മനുഷ്യനെ അന്വേഷിക്കാതെ അവിടെ ഒരുത്തരെ ഞാൻ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. ആരാ പോകുന്നത്? ആരാ? അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനാ പോകുന്നത്. ഈ പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ശൗലിനെ സ്നാനപ്പെടുത്തി. കുറെ ദിവസം കൂടെ താമസിച്ചു, വചനം പഠിപ്പിച്ചു, അവനെ സ്നാനപ്പെടുത്തി. സ്നാനപ്പെടുത്തിയത് ആരാ? ശിഷ്യൻ. ഓർത്തോ, സെൻട്രൽ പാസ്റ്റർ അല്ല. ആരാ സ്നാനപ്പെടുത്തിയേ? അപ്പൊ നമ്മളെല്ലാവരും ശിഷ്യന്മാരാ കേട്ടോ, നമ്മളെല്ലാവരും ശിഷ്യന്മാരാ. നാളെ തൊട്ട് സെൻട്രൽ പാസ്റ്ററോട് പറയാതെ സ്നാനപ്പെടുത്തിച്ച് അവര് വഴക്കുണ്ടാക്കി എന്നോട് ചോദിക്കല്ലേ. നമ്മുടെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി, എന്തോ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൈസ് ഗാഡ്. ഓക്കെ, ഇനി അതിന്റെ 19ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 19ാമത്തെ വാക്യത്തിലേക്ക്, അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. ആരാ? പൗലോസ് അട്ടിക്കൊണ്ടു. കുറച്ച് ദിവസം കഴിഞ്ഞു, കുറച്ച് ദിവസം ശിഷ്യന്മാരുടെ കൂടെ പാർത്തു. അപ്പൊ എന്തോ സംഭവിച്ചു? 25ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. അവൻ യെരൂശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു, എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും പേടിച്ചു. അപ്പൊ പൗലോസിനെ ഇവർക്ക് അറിയാവുന്ന എങ്ങനെയാ? സഭയെ പീഡിപ്പിക്കുന്നവനായിട്ടാ അറിയാവുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേ, 29ാമത്തെ അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ സഭയെ പീഡിപ്പിക്കുന്ന മനുഷ്യന്റെ അകത്ത് ഇത്രയും മാറ്റം വന്നു. 25ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പുള്ളി ശിഷ്യനായി. ഒറ്റ അധ്യായത്തിനകത്ത് പുള്ളി ശിഷ്യനായി. നമ്മൾ 25 വർഷമായിട്ടും ശിഷ്യനായില്ല ഇതുവരെ. ഞാൻ നിങ്ങളുടെ കാര്യം അല്ല പറയുന്നത് കേട്ടോ, കേരളത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾ എന്നോട് വൈരാഗ്യം വിചാരിക്കല്ലേ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഒറ്റ അധ്യായത്തിൽ പുള്ളി ശിഷ്യനായി. നമ്മളിപ്പോഴും ഇവിടെ ഇരിക്കുക. ഓക്കെ, 26ാമത്തെ വാക്യം വായിച്ചു നോക്കി. അവൻ യെരൂശലേമിൽ എത്തിയാറെ 25ാമത്തെ വാക്യത്തില്, എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഇറക്കി വിട്ടിയത് ശിഷ്യന്മാരാണ്. 26ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയും കാണുന്ന ഇതാണ്, ശിഷ്യന്മാരോട് ചേരുവാൻ വേണ്ടി അവൻ കാംക്ഷിച്ചു. ഇനി അതിന്റെ 36ാമത്തെ വാക്യം വായിച്ചു. 36. സഹോദരിമാരെല്ലാവരും ഒന്ന് കേട്ടെ, സഹോദരിമാരെല്ലാവരും ചെവി തുറന്ന കാര്യം ഒന്ന് കേട്ടു. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന് പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. ശിഷ്യ ആരാ? ശിഷ്യന്മാര് മാത്രമല്ല, ശിഷ്യമാരും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി യേശുവിനെ കുറിച്ചുള്ള കാര്യം ലൂക്കോസ് 8 കാണാം. ലൂക്കോസ് 8ാം അധ്യായത്തിൽ നമ്മൾ ആ ഭാഗത്തിലേക്ക് പിന്നീട് വരും. സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മളത് പിന്നീട് ചിന്തിക്കും. അവിടെ ഉണ്ടായിരുന്നു യേശുവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിന്റെ കൂടെ പൈസ ചെലവാക്കി യേശുവിന്റെ കൂടെ രാവും പകലും നടക്കുന്ന സ്ത്രീകൾ തന്നെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം, 1-2 പേരൊന്നുമല്ല. യേശുവിന്റെ ശിഷ്യന്മാരിൽ 1-2 പേരൊന്നുമല്ല, വളരെ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം ഇന്ന് രാത്രി പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇനി അതിന്റെ 38ാമത്തെ വാക്യം, ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. ശിഷ്യൻ എന്നുള്ള പദം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. ഞാൻ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന്റെ 11ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 11ാമത്തെ അധ്യായം, 11ാമത്തെ അധ്യായത്തിന്റെ 26ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 26ാമത്തെ വാക്യം, 26ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഇത് വലിയ ഗൗരവമുള്ളൊരു വാക്യം കേട്ടോ, വിശ്വാസികൾ എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു വാക്യമാണ്. അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്ത് ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ഉണ്ടായി. ആ വാക്യം നല്ലപോലെ തെളിവായിട്ടൊന്ന് വായിച്ചു നോക്കി. ആർക്കാ ശിഷ്യന്മാരെന്ന് പേരിട്ടത്? ക്രിസ്ത്യാനി എന്ന് പേരിട്ട ആർക്കാ? ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന് പേര് കിട്ടിയെന്ന്. പള്ളി പോകുന്നതിന്റെ പേരല്ല ക്രിസ്ത്യാനി, കുർബാന ചൊല്ലുന്നതിന്റെ പേരല്ല ക്രിസ്ത്യാനി, യേശുവിന്റെ ശിഷ്യനായിരിക്കുന്നവന്റെ പേരാ ക്രിസ്ത്യാനി. അങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും ഈ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് യോഗ്യന്മാരാണോ എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ നിങ്ങൾ തന്നെ ചോദിച്ചു. പ്രൈസ് ഗാഡ്. അപ്പൊ യേശുവിന്റെ ശിഷ്യർ ആരാ? യേശുവിന്റെ ക്രിസ്ത്യാനികൾ ആരായിരിക്കണം? ക്രിസ്ത്യാനി എന്ന പേര് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്യുമെന്റിനകത്ത് പേര് മാറ്റുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. ഡോക്യുമെന്റിനകത്ത് ആർക്കും പേരാക്കാം. പക്ഷേ കർത്താവിന്റെ കാഴ്ചപ്പാടിൽ, കർത്താവിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ക്രിസ്ത്യാനി അല്ല, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന്റെ ഫോളോവർ ആകുന്നത് ആരാ? യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി അതിന്റെ 29ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അപ്പം ഒരു സഭയിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് മറ്റൊരു സഭയിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ അവർ തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചേ? ശിഷ്യന്മാര് കൊടുത്തെന്ന്. അപ്പം കൊടുക്കാത്ത ആളുകൾ ആരായിരിക്കും? ശിഷ്യന്മാരാണെങ്കിൽ കൊടുക്കാൻ തീരുമാനിക്കും, ശിഷ്യന്മാരാണെങ്കിൽ കൊടുക്കും, അല്ലേ? കൊടുക്കാൻ മനസ്സ് നമ്മൾ കാണിക്കണം. ആര് കാണിക്കണം? ശിഷ്യന്മാര് കാണിക്കണം. ചില ആൾക്കാരുണ്ട് കൊടുപ്പും വാങ്ങലൊന്നുമില്ല, അവർക്ക് കിട്ടുന്ന സന്തോഷം, കർത്താവ് തന്ന സന്തോഷം, അല്ലേ? ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റോറി എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്.
നിങ്ങൾ ഈ മരിച്ച ആൾക്കാർക്ക് ഉടുപ്പ് മേടിക്കാൻ വേണ്ടി കടയിൽ ചെന്ന് നോക്കി. മരിച്ച ആൾക്കാർക്ക് ഇടുന്ന ഉടുപ്പ് കിട്ടും. ആ ഉടുപ്പിന് പോക്കറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? സാധാരണ ജീവനുള്ള മനുഷ്യന് മാത്രമേ ഉള്ളൂ കൊടുക്കലും വാങ്ങലിന്റെ ആവശ്യം. മരിച്ച പുള്ളിക്ക് കൊടുക്കലും വാങ്ങലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഉടുപ്പിന് പോക്കറ്റ് കാണത്തില്ല. ബാക്കി അർത്ഥം നിങ്ങൾ വിവേചിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവവേലയ്ക്ക് കൊടുക്കാത്തവൻ ചത്തവനാന്ന് അർത്ഥം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. 13-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 13-ാം അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ഇവിടെ എല്ലാം ശിഷ്യന്മാരെ കുറിച്ചാ പറയുന്നേ. അപ്പൊ സഭയിൽ ആരെ ഉണ്ടായിരുന്നുള്ളൂ? ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ്, നമ്മുടെ സഭയിൽ എങ്ങനെ വിശ്വാസി വന്നെന്നുള്ളതാ. ഒന്നുകിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയി, നമ്മളല്ലേ വായിച്ച് മനസ്സിലാക്കാൻ വിട്ടുപോയി, എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ വിശ്വാസികളായിട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ വിശദീകരിക്കുന്നില്ല. 14-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 20-ാമത്തെ വാക്യം. 14-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ. ഈ വാക്യമാണ് ഞാൻ മുമ്പ് വിശദീകരിച്ച് പറയാമെന്ന് പറഞ്ഞത്. ഈ വാക്യം ഒന്ന് കണ്ടു നോക്കി. പൗലോസിനെ എല്ലാവരോടും കൂടി അടിച്ചു, സുവിശേഷം പ്രസംഗിച്ചതിനെ അടിച്ചു, അവനെ ചത്തു എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം കൂട്ടത്തിൽ വന്ന് നിന്നു, ചുറ്റും വന്ന് നിന്നു. ശിഷ്യന്മാർ ചുറ്റി നിൽക്കുമ്പോൾ, എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം, 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ആരായിരുന്നു? പെർസിക്യൂട്ട് ചെയ്യുന്ന ആളായിരുന്നു, സഭയെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു. 14-ാം അധ്യായത്തിന്റെ തന്നെ 26-ാമത്തെ വാക്യത്തിൽ വന്നപ്പോൾ പൗലോസ് ശിഷ്യനായി മാറി. ഇവിടെ 14-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്ന ശിഷ്യനായി. നമ്മൾ 14 കഴിഞ്ഞ് 28 കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇരിക്കുക വിശ്വാസിയായിട്ട്, അല്ലെ? ഇന്ന് രാത്രി നമ്മൾ മാറിയേ പറ്റൂ. ഇന്ന് രാത്രി നമുക്ക് മാറണം. ഇന്ന് രാത്രി നമുക്ക് മാറണം. മാറാൻ താല്പര്യമുണ്ടോ? മാറിയേ പറ്റൂ. ഓക്കെ, ആ പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു. പലരെയും, ഒരാളെ അല്ല പലരെയും ശിഷ്യരാക്കിയ ശേഷം അടുത്ത പട്ടണങ്ങളിലേക്ക് പോയി. ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അപ്പൊ അവിടെ എല്ലാം ആരാ ഉണ്ടായിരുന്നത്? ഇവിടെ എല്ലാ ശിഷ്യന്മാരാ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഞാൻ 28-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അവിടെ പാർത്തു. അപ്പൊ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത് ആരാ? ശിഷ്യന്മാരാ. അവനെ കൈക്കൊണ്ടത് ശിഷ്യന്മാര്, കൂടെ പാർത്തത് ശിഷ്യന്മാര്, ഇതെല്ലാം ശിഷ്യന്മാരാ. ഓക്കെ, ഇനി 16-ാം അധ്യായത്തിലേക്ക് വന്നേ. 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവൻ ദർബയിലും ലുസ്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ നെവനായിരുന്നു. അപ്പൊ തിമോത്തിയോസ് ആരായിരുന്നു? പൗലോസിന്റെ ശിഷ്യനാണ്. പൗലോസിന്റെ ശിഷ്യനായിരിക്കുന്ന തിമോത്തിയോസ്. ഇനി അതിന്റെ 15-ാം അധ്യായത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഓക്കെ, ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക്. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ വയ്പാൻ അവർ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? ആ ശിഷ്യൻ എന്നുള്ള പദം ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അതിന്റെ 18-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. 18-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു: അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്തിയിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു. ശിഷ്യന്മാരെ ഉറപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി. എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ശിഷ്യന്മാരെ ഉളവാക്കി പിന്നീടും അവരുടെ അടുത്ത് ചെന്നു. അപ്പൊ അവരെ ഉറപ്പിച്ചു പോന്നു. ഇനി അതിന്റെ 27-ാമത്തെ വാക്യം. അവൻ ആഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അപ്പൊ ഇവിടെ നിന്ന് അവരോട് പറയുകയാണ്, പൗലോസ് വരുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ അവരെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞു. ഇനി അതിന്റെ 19-ാമത്തെ അധ്യായം 19-1. അപ്പൊല്ലോസ് കൊരിന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പം അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുക. പുള്ളിക്ക് വലിയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ വിവേകവും പരിജ്ഞാനവും, പുള്ളി വചനമൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷെ പരിശുദ്ധാത്മാവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആളാണ്. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള ആള് ആരാ? പൗലോസാ. പൗലോസ് എന്ത് ചെയ്യുക? പൗലോസ് ഇങ്ങനെ ഉൾപ്രദേശങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചടക്കുക. മറ്റേ പുള്ളി കൈയും കെട്ടിയിരിക്കുക. ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഭാഗത്തിലേക്ക് പിന്നീട് വരും. 19-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുൻപാകെ ഈ മാർഗത്തെ ദൂഷിച്ചപ്പോൾ
അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. ശിഷ്യന്മാർ എന്നുള്ള പദം അവിടെ നോട്ട് ചെയ്യുക. അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വന്നിട്ട് 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറെ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. ശിഷ്യൻ എന്നുള്ള പദം നോട്ട് ചെയ്യുക. 20-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ വിശ്വാസികളില്ലായിരുന്നു, എല്ലാ ശിഷ്യന്മാരായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള തെളിവാണ് നിങ്ങൾ മുമ്പ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ പോകാം, വിശദീകരിക്കുന്നില്ല. അതിന്റെ 20-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, 20:30. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. ഓക്കെ, ശിഷ്യന്മാർ എന്നുള്ള പദം നോട്ട് ചെയ്യുക. ഇനി അവസാനത്തെ 2 വാക്യം കൂടെ. 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. കുപ്രോസ് ദ്വീപ് കണ്ട് അതിനെ ഇടംപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോരിൽ വന്നിറങ്ങി കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു. ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി. അപ്പൊ കുപ്രോസ് എന്ന ദ്വീപിൽ ചെന്നപ്പോ അവിടെ ആരുണ്ട്? നിങ്ങളൊന്ന് ആലോചിക്കുക. വചനത്തിന്റെ വ്യാപ്തി പോകുന്നത് കണ്ടോ? യെരുശലേമിനെ കുറിച്ച് നമ്മൾ വായിച്ചു, പിന്നീട് അവിടെ ദമസ്കോസിനെ കുറിച്ച് വായിച്ചു, കുപ്രോസിനെ കുറിച്ച് വായിച്ചു. ഇവര് ചെല്ലുന്നിടത്തെല്ലാം എഫെസോസിൽ ചെന്നപ്പോ അവിടെ കുറിച്ച് വായിച്ചു. ഇവിടെ എല്ലാം ആരുണ്ടായി? ഇവിടെ എല്ലാം ശിഷ്യന്മാരുടെ കൂട്ടമാ. 1-2 പേരൊന്നുമല്ല, ശിഷ്യന്മാർ അങ്ങനെ പെരുകുക. അയ്യോ, നമ്മുടെ സ്ഥിതികളൊക്കെ മാറേണ്ടിയിരിക്കുന്നു ദൈവമക്കളെ. നമ്മൾ ശിഷ്യത്വത്തിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 16-ാമത്തെ വാക്യം. കൈസരിയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോടുകൂടെ പോന്നു. അപ്പൊ ഇവിടെ എല്ലാം ആരാ ഉള്ളത്? അവിടെ 16-ാമത്തെ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, മ്നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോട് കൂടെ അതിഥികളായി. അപ്പൊ അവിടെ പഴയ ശിഷ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഈ ആദിമ സഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ആരായിട്ട് മാറി? ഇവരെല്ലാം ശിഷ്യന്മാരായിട്ട് മാറി. ഇനി നിങ്ങളോട് തന്നെ ചോദിച്ചേ, ഞാൻ എത്ര വർഷം പഴക്കമായി? ഞാൻ ഇന്ന് വിശ്വാസിയാണോ ശിഷ്യനാണോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ശിഷ്യത്വം ചെയ്തേ പറ്റൂ, ശിഷ്യരായിട്ട് നമ്മൾ മാറിയേ പറ്റുള്ളൂ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നടന്നിട്ടുള്ള ഇൻസിഡന്റുകൾ, അത്ഭുതങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നടന്നിട്ടുള്ള ഏത് അത്ഭുതം എടുത്തു നോക്കിയാലും, ഏത് ദൈവപ്രവൃത്തി എടുത്തു നോക്കിയാലും അതിന്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനത്തിനകത്ത് അവസാനിക്കുന്നത്, അല്ലെ ആത്മാക്കളുടെ രക്ഷയ്ക്കകത്ത് അവസാനിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതിന്റെ അവസാനം എന്താ സംഭവിച്ചത്? പത്രോസ് എഴുന്നേറ്റ് ഒറ്റ പ്രസംഗം, 3000 എണ്ണം രക്ഷിക്കപ്പെട്ടു. അല്ലേ? ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഇനി അപ്പോസ്തലന്മാരെ പിടിച്ച് കാരാഗൃഹത്തിനകത്തിട്ടു. 5-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്, 4-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ഇവരെ പിടിച്ച് കാരാഗൃഹത്തിനകത്തിട്ടു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ കാരാഗൃഹത്തിൽ കിടക്കുന്ന പുള്ളികൾ പുറത്തു നിന്നിട്ട് പ്രസംഗിക്കുന്നു. അവർ ഓടിച്ചെന്ന് കാരാഗൃഹത്തെ നോക്കിയപ്പം കാരാഗൃഹം കാക്കുന്നവർ അവിടെ നിപ്പുണ്ട്, അതുപോലെ നിപ്പുണ്ട്. താഴും അതുപോലെ പൂട്ടിയേക്കുക. ആർക്കും ഒരു പിടിയും കിട്ടില്ല. പക്ഷെ ഇവര് പുറത്തു വന്ന് എന്താ സംഭവിക്കുന്ന? റിസൾട്ട് എന്തുവാ? അവർ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുക. വീണ്ടും അപ്പോസ്തലന്മാരെ കാരാഗൃഹത്തിൽ പിടിച്ചിടുന്നുണ്ട്. അവര് പിന്നെ പ്രസംഗിക്കുക. സ്തെഫാനോസിന്റെ കാര്യം എന്തുവാ? സ്തെഫാനോസ് സുവിശേഷം പ്രസംഗിച്ചോണ്ടാ മരിക്കുന്നത്. ഓർമ്മയുണ്ടോ? ഫിലിപ്പോസിനെ കുറിച്ച് 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ നടന്ന സംഭവത്തിനകത്ത് റിസൾട്ട് മുഴുവൻ എന്തുവാ? പട്ടണം മുഴുവൻ സുവിശേഷം കേൾക്കാൻ പോകുന്നു. ശൗലിനുണ്ടായ മാനസാന്തരം, ശൗലിന് അടി കിട്ടി. മാനസാന്തരത്തിന്റെ റിസൾട്ട് എന്തുവാ? പ്രസംഗിക്കാൻ തുടങ്ങി. രാത്രി നമ്മുടെ അകത്ത് അങ്ങനെ ഒരു വലിയ ചലനം ഉണ്ടാക്കട്ടെ. ദൈവപ്രവൃത്തി നമ്മുടെ അകത്ത് നടക്കുന്ന റിസൾട്ടുകൾ, ദൈവപ്രവൃത്തികളെ ഒക്കെ അതിന്റെ അവസവിശേഷിക്കട്ടെ നയിക്കുന്നതായി 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്, പത്രോസിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. ആ ഒരു ഇൻസിഡന്റ്, അതിന്റെ റിസൾട്ട് എന്തുവാ? കൊർന്നലിയോസിനോട് കർത്താവ് പറയുക, പത്രോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ദർശനം കാണുക. കുറച്ചുപേർ എന്നെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ പോകാന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതേസമയം കൊർന്നലിയോസ് ദർശനം കാണുക. പകൽ 9-ാം മണി നേരത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മുറിക്കകത്തേക്ക് വരുന്നത് കണ്ടു, ദർശനത്തിൽ കാണുക. പറഞ്ഞു, പത്രോസിനെ പ്രസംഗം കേൾക്കാൻ പറഞ്ഞു. മൊത്തം അവർ വന്ന സുവിശേഷം കേട്ടു. അവർ മൊത്തം രക്ഷിക്കപ്പെട്ടു. പൗലോസും ശീലാസും കൂടെ കാരാഗൃഹത്തിൽ കിടന്ന സംഭവം അറിയാം. അതിന്റെ റിസൾട്ട് എന്തുവാ? കാരാഗൃഹ പ്രമാണി മൊത്തം ചെയ്യണമെന്ന് ചോദിച്ചോണ്ട് അവർ ചാടി കയറി വന്നു, രക്ഷയിലേക്ക് അവർ നയിച്ചു. സംഭവം പൗലോസിന്റെ മിഷണറി യാത്ര മുഴുവൻ എന്തുകൊണ്ട് ശിഷ്യത്വം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ കർത്താവ്
ഒരു വേലയ്ക്ക് ചുമൽ കൊടുക്കുന്നില്ല എന്ന ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചു നോക്കിയാട്ടെ. ഇനി അടുത്ത ഭാഗം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നിങ്ങളെന്ന് കാണിക്കാം. മിഷൻ, ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് മിഷൻ ഓറിയന്റഡ് പ്രയർ ഓഫ് ജീസസ് എന്ന യേശുവിന്റെ ദൗത്യ നിർവഹണ പ്രാർത്ഥന എന്ന് ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുക. ആ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഈ അധ്യായം മുഴുവൻ യേശുവിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ യേശുവിന്റെ പ്രാർത്ഥനയ്ക്കകത്തുള്ള അന്തസത്ത എന്ന് പറയുന്നത് തന്റെ ശിഷ്യന്മാരെ നിയോഗിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നിയോഗം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന, അല്ലെ അവരെ എന്താണ് പറയുന്നത്, ഓർഡിനേഷൻ കൊടുക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു ഓർഡൈൻഡ് പ്രയർ ആണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. അതിനകത്ത് 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുക്കുക. യേശു എങ്ങനെ ശുശ്രൂഷ ചെയ്തത്? വചനം കൊണ്ട് ശുശ്രൂഷ ചെയ്ത് കർത്താവ് വചനം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇനി അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ശിഷ്യന്മാരെ മുമ്പിൽ നിർത്തിയിട്ട് പിതാവിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പറയുക, പിതാവേ ഞാൻ ഇനി ലോകത്തിൽ ഇരിക്കുന്നില്ല, ദേ ഇവര് ലോകത്തിൽ ഇരിക്കുക. ദൈവമക്കളെ, ഇത് നിങ്ങളെ കുറിച്ചാ പറയുന്നത്, ഇതെന്നെ കുറിച്ചാ പറയുന്നത്. നമ്മളെ കുറിച്ച് കർത്താവ് പറയുക, പിതാവിനോട് പറയുക, പിതാവ് ഇനി ഞാൻ ഇരിക്കുന്നില്ല ഇവിടെ, ഇതുവരെ ഞാൻ ഇരുന്നു, എന്നെ കൊണ്ട് നീ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമൊക്കെ ഞാൻ ചെയ്തു, ഇനി ഞാനല്ല ഇവിടെ ഇരിക്കുന്നത്, ഇനി ആരാ ഇരിക്കുന്നത്? ഇനി ഇവരിവിടെ ഇരിക്കുക ലോകത്തില്. നിങ്ങളുടെ ചങ്കത്തോട്ട് കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, യേശുവിന് പകരം ഈ ഭൂമിയിൽ ഇരിക്കാനാ ഞാൻ എന്നെ ദൈവം ആക്കിയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, യേശുവിന് പകരമാ. കർത്താവ് നിങ്ങളെ കുറിച്ച് നോക്കിയിട്ട് പറയാ, പിതാവ് ഇനി ഞാനല്ലത് ഇവരാ ലോകത്തിൽ ഇരിക്കുന്നത്. ആമേൻ. നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുന്നതിന്റെ ഗൗരവം മനസ്സിലായോ? യേശു ഈ ലോകത്തിൽ ഇരുന്നതിന് എന്തുമാത്രം ഗൗരവമുണ്ടോ അത്രയും ഗൗരവമുണ്ട് നമ്മൾ ഇന്ന് ലോകത്തിൽ ഇരിക്കുന്നതിന്. ദൈവങ്ങളെ നിൽക്കുമല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ദൗത്യം, അവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകുക. അങ്ങനെ തയ്യാറാക്കുന്ന ഒരു ശുശ്രൂഷ ഇന്ന് രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗാഡ്. ഇനി അതിന്റെ 14-ാമത്തെ വാക്യം അവിടെ കർത്താവ് പറയുന്നു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. നോക്കിയേ, കർത്താവിനുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക കർത്താവ്. ഞാൻ എങ്ങനെ ലൗകികനല്ലാതിരിക്കുന്നോ അതുപോലെ ഇവരും ലൗകികന്മാരല്ല. നോക്കിയേ, നമ്മുടെ ആ ലൈഫിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത 18-ാമത്തെ വാക്യം, ഏറ്റവും ഗൗരവമുള്ള വാക്യം, 18-ാമത്തെ വാക്യം. യേശു പറയുക, പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയാ, പിതാവേ നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുക. ആരെ അയക്കുന്നേ? ശിഷ്യന്മാരെ. നമ്മൾ ആരാ? ശിഷ്യന്മാരാ. അപ്പൊ കർത്താവ് എങ്ങനെ തന്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയച്ചോ അതുപോലെ നമ്മളെ അയച്ചേക്കുക. കർത്താവ് ഇവിടെ പറയുകയാണ്, പിതാവേ നീ എന്നെ എങ്ങനെ അയച്ചേ അങ്ങനെ ഞാൻ ഇവരെ അയക്കുക. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കുന്നതിന് ഗൗരവം വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ പറ. പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രി നമ്മുടെ സ്ഥിതി മാറണം. ഇന്ന് രാത്രി സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ശിഷ്യന്മാരായി, ആ കർത്താവിന്റെ ശിഷ്യന്മാരായി ഈ ലോകത്തിൽ കർത്താവ് ചെയ്തതുപോലെ, കർത്താവിന്റെ ഭാഷയെ പറഞ്ഞ ഞാൻ ചെയ്തതിലും അധികം ചെയ്യാനാണ് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം, അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി നമ്മളെ അങ്ങനെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇതിനൊന്നും നമ്മൾ യോഗ്യരായിട്ടല്ല കേട്ടോ. ഇതിനൊന്നും നമ്മൾ യോഗ്യരായിട്ടല്ല, ഇതിനൊന്നും നമ്മളെ കൊള്ളാവായിട്ടല്ല. നമ്മൾ വിശ്വസ്തരെന്ന് എണ്ണി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചേക്കുക. വിശ്വസ്തരെന്ന് എണ്ണി ആ കരങ്ങളെ ഒരിക്കൽ കൂടെ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? കർത്താവ്, ഞാൻ വിശ്വസ്തനല്ലാതിരുന്നിട്ടും എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പക്ഷെ ഇവിടെ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കേട്ടോ. നമ്മൾ വിശ്വസ്തരായിട്ടല്ല കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത്, പക്ഷെ വിശ്വസ്തരായി ഇരുന്നോളൂ എന്നും പറഞ്ഞ് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചേക്കുക. ഇവിടെ നമ്മൾ കർത്താവിനെ വഞ്ചിക്കുന്നവരായി തീരരുത്. ഇനി അതിന്റെ 22-ാമത്തെ വാക്യം, 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ആദാം നഷ്ടപ്പെടുത്തിയ മഹത്വം, ആദാം നഷ്ടപ്പെടുത്തിയ ദൈവിക മഹത്വം, അത് കർത്താവ് ക്രിസ്തുവിലൂടെ നമുക്ക് നേടി തന്നിട്ട് പറയുക, പിതാവേ നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഈ മഹത്വം വെച്ചോണ്ടാണ് നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞ് ഈ കണ്ട നാള് മൊത്തം ഇരുന്നത് അല്ലേ. ഇതിന്റെ ഗൗരവത്തിലേക്ക് നമ്മൾ വീണ്ടും വരും. ഇതിന്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയേ. 1 യോഹന്നാൻ 4:17 ഒരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 4:17 അതിനകത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ഇരിക്കുന്നത് പോലെ നാം ഈ ലോകത്തിൽ ഇരിക്കുന്നു. ആസ് ഹി ഈസ് സോ വി ആർ ഇൻ ദിസ് വേൾഡ്. അവൻ ഇരുന്നത് പോലെ ഈ ലോകത്തിൽ ഞാൻ ഇരിക്കുന്നു എന്ന്. ദൈവമക്കളെ, ഈ വാക്യമൊക്കെ നിങ്ങളെ കുറിച്ചാ പറയുന്നത്, എന്നെ കുറിച്ചാ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്തിൽ നമ്മൾ ഇരിക്കുന്ന എങ്ങനാ? അവൻ ഇരുന്നത് പോലെ. ആര്? യേശു ഇരുന്നത് പോലെ. അത്രയും ഗൗരവം ഉണ്ടോ നമ്മുടെ ലൈഫിന്? നമ്മൾ ഇതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു, പള്ളി പോയി, വന്നു, കിട്ടി, ഇരുന്നു, അത്രേ ഉള്ളൂ അല്ലെ. ഇങ്ങനെ നമ്മുടെ ലൈഫ്. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ ലൈഫ് മാറണം.
ഇന്ന് രാത്രി നമ്മുടെ സ്ഥിതി മാറണം. ഇന്ന് രാത്രി നമ്മുടെ രീതികൾ മാറണം. ഞാൻ യേശുവിന് പകരം ഈ ഭൂമിയിൽ ഇരിക്കുന്നത് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ കർത്താവിന്റെ പ്രതിനിധികളാ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യു ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാ. നമ്മളെ വെറുതെ അല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. വെറുതെ അല്ല നമ്മളെ കർത്താവ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്, നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി നമ്മുടെ സമയം അവസാനിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്റെ ചോദ്യം, എന്തിനാ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്? അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാട്ട്. ഞാൻ തന്നെ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ആദ്യം കർത്താവ് പറയുന്നുണ്ട്, അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്തോ വാഗ്ദത്തം? യോഹന്നാൻ 14:16 യേശു വാഗ്ദത്തം ചെയ്തു, പരിശുദ്ധാത്മാവ്, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളുടെ കൂടി ഇരിക്കണതിന് അയച്ചു തരുമെന്ന് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ യേശു പറഞ്ഞിട്ട് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി. അങ്ങനെ അവർ കാത്തിരുന്ന് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ എന്തോ കിട്ടും? ശക്തി ധരിക്കും. അപ്പം പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ അകത്തുണ്ടോ അവരുടെ അകത്തൊക്കെ എന്തുണ്ട്? ശക്തിയുണ്ട്. ഇനി ഈ ശക്തി എന്തിനാണ്? അവിടെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പൊ എന്തിനാ കർത്താവ് നമുക്ക് ആത്മാവിനെ തന്നത്? പരിശുദ്ധാത്മാവിനെ തന്നത് അന്യഭാഷ പറയാനാണെന്നാണ് നമ്മൾ പെന്തക്കോസ്തുകാരുടെ വിചാരം. അല്ലെങ്കിൽ അങ്ങേയറ്റം കൂടി വന്നാൽ കൂടിയ ഡിഗ്രിയാണ് പ്രവചനം. 2 രോഗസൗഖ്യം നടന്നാൽ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് പരിശുദ്ധാത്മാവ്. ഇതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. പരിശുദ്ധാത്മാവിനകത്ത് ഇതെല്ലാം ഉണ്ട്. പരിശുദ്ധാത്മാവിനകത്ത് അത്ഭുതമുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, വ്യാഖ്യാനമുണ്ട്, കൃപാവരങ്ങളുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണാൻ വേണ്ടി പറ്റും. മാനസാന്തരവും തകർച്ചയും ഇതെല്ലാം പരിശുദ്ധാത്മാവിന് മനുഷ്യന്റെ ഹൃദയത്തെ ഒക്കെ കൺവിൻസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രധാന ക്വാളിറ്റി എന്താണെന്നറിയാമോ? നമ്മളെ കർത്താവിന്റെ സാക്ഷികളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. ഇത് തെളിയിക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. യെശയ്യാപ്രവചനം 61:1 വായിച്ചു നോക്കി. യെശയ്യാപ്രവചനം 61:1 വളരെ ഗൗരവമേറിയൊരു വാക്യമാണ്. വളരെ ഗൗരവമേറിയൊരു വാക്യം. യെശയ്യാപ്രവചനം 61:1 നമ്മളിങ്ങനെ വായിക്കുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. എന്തിനാ? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അഭിഷേകം എന്റെ മേലുണ്ട്. എന്തിനാ? ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും. അതിന്റെ ആദ്യം പറഞ്ഞേക്കുന്നത് എന്തുവാ? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ. അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി എന്തുവാ? ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്, ആദ്യത്തെ മുൻഗണനയുള്ള കാര്യം എന്തുവാ? കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുക എന്നുള്ളതാ. അപ്പം യേശുവിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ യേശു ചെയ്തത് എന്തുവാ? സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. നമ്മുടെ മേൽ ആത്മാവ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരെ പള്ളിക്കകത്ത് കയറി അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. കോൺട്രഡിക്ടറി മനസ്സിലായോ? നമ്മൾ പുറത്തിറങ്ങേണ്ടതിന് പകരം അകത്ത് കയറി. ദൈവമക്കളെ, ഇവിടെയാണ് നമുക്ക് മാനസാന്തരം വരേണ്ടത്. ഇവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കേണ്ടത്. ശിഷ്യത്വത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒക്കെ ദൈവത്തെ ഓർത്ത് നമ്മളെ എന്തുവാ കൂടടച്ച് വെടിവെക്കുകയാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അങ്ങനെ ഒരു തരം താഴ്ത്തി പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്തൊരു സംഭവം ദൈവജനത്തിലകത്തൂടെ ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. നമ്മുടെ മേൽ ആത്മാവ് വന്നത് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാ. സഭയിൽ ഏറ്റവും അധികം പഠിപ്പിക്കേണ്ട ഒരു വിഷയം ഇതാണ്. സഭയിൽ ആളുകൾക്ക് മനസ്സിലാകേണ്ട ഒരു വിഷയം ഇതാ. എന്നെ എന്തിനാ കർത്താവ് വിളിച്ചത്? അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എന്റെ മേൽ ആ ഉത്തരവാദിത്വം ഉണ്ട്. യേശു പറയുക, എന്റെ മേൽ ആത്മാവ് വന്നു. എന്തിനാ? സുവിശേഷം പ്രസംഗിക്കാനാ. അപ്പോസ്തലപ്രവൃത്തി 1:8 നമ്മൾ അതാ കണ്ടത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. അപ്പൊ സാക്ഷികളാകുക, അതിന്റെ ഒരു തെളിവും കൂടെ ഞാൻ പറയാം. അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കി. അപ്പോസ്തലപ്രവൃത്തി 1:9 അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്.
അവിടെ കുറെ ജാതികളുടെ പേര് എഴുതിയിട്ടുണ്ട്. കുറെ ജാതികളുടെ അല്ല, ദേശങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. ദേശങ്ങളുടെ പേര്. ആ ദേശങ്ങളിലെല്ലാം ഉള്ള ആൾക്കാര്, അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എവിടാ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിലല്ല, 2-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 2-ന്റെ-1 എന്തോ കാണുന്നത്? പരിശുദ്ധാത്മാവ് കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊക്കെ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി, ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചോളൂ. അതൊക്കെ നമുക്കറിയാം. അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കി. അവിടെ കുറെ രാജ്യക്കാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതൊന്ന് എണ്ണി നോക്കിയാൽ 17 രാജ്യക്കാരുണ്ട്. എന്റെ ചോദ്യം, 120 പേരല്ലേ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചത്? ഇപ്പൊ എങ്ങനെ ഈ 17 രാജ്യക്കാർ അവിടെ വന്നേ? അവിടെ കൂടിയവരല്ലേ യഹൂദന്മാരാ, യേശുവിന്റെ ശിഷ്യന്മാരാ. ഈ 17 രാജ്യക്കാരെങ്ങനെ അവിടെ വന്നേ? മാളിക മുറിയിലോട്ട് കുറെ എണ്ണം പ്രാർത്ഥിക്കാൻ കയറി പോകുന്ന കണ്ടു. എടാ, അവിടെ ആണ്ട്രാ ഭയങ്കര ഇടിവെട്ട്, ഭയങ്കര ശബ്ദം, ഇടിമുഴക്കം. ആ ശബ്ദം എന്താന്ന് കേൾക്കാൻ കയറി വന്ന. നമ്മുടെയൊക്കെ ആരാധനാലയങ്ങളിൽ അങ്ങനെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഇടിമുഴക്കം എന്താന്ന്, ഇവിടെ അടിക്കുന്ന കൊടുങ്കാറ്റ് എന്താന്നൊക്കെ അറിയാൻ ആൾക്കാർ കയറി വരട്ടെ. ഓക്കെ, കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇവര് സാക്ഷികളാകുക. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ എന്റെ സാക്ഷിയാകും എന്നുള്ളതിന് നിവൃത്തിയാണ്. അവിടെ വായിച്ചു നോക്കി. പർത്യര്, മേദ്യര്, ഏലാമ്യര്, മെസപ്പത്തോമ്യര്, യഹൂദ്യര്, കപ്പദോക്യയിലുള്ള ആൾക്കാര്, പോന്തോസിലുള്ളവര്, ആസിയയിലുള്ളവര്, പ്രുഗ്യയിലുള്ളവര്, ഭുംഫിയിലുള്ളവര്, മിസ്രൈമിലുള്ളവര്, കുറേനക്കാര്, ലിബ്യ പ്രദേശങ്ങളിലുള്ളവർ പാർക്കുന്നവര്, റോമക്കാര്, റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവര്, യഹൂദന്മാര്, യഹൂദ മതാനുസാരികൾ, ഇങ്ങനെ തുടങ്ങി 17 കൂട്ടക്കാരെ എവിടെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ മുമ്പിൽ അവർ അന്യഭാഷ പറയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങൾ സാക്ഷിയാകും എന്ന് പറഞ്ഞത് അക്ഷരികമായി അവിടെ തന്നെ സംഭവിച്ചു. നോക്കിയേ, പരിശുദ്ധാത്മാവ് പറയുന്ന അക്ഷരപ്രതി നടക്കുന്നത്. പിന്നീടുള്ള കാര്യം നമ്മൾ മുമ്പോട്ട് വായിച്ചത്, ഫിലിപ്പോസി എന്ന ശമരിയിൽ സാക്ഷിയാകുന്നു, യോപ്പയിൽ സാക്ഷിയാകുന്നു, എഫസോസിൽ സാക്ഷിയാകുന്നു, കുപ്രോസിൽ സാക്ഷിയാകുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് അങ്ങ് സാക്ഷിയാക്കുക അവരെ. അഭിഷേകത്തിന്റെ റിസൾട്ടാ അത്, അഭിഷേകത്തിന്റെ റിസൾട്ട്. ദൈവമക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്നറിയാമോ? നമ്മളെ വിളിച്ചത് കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിന് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിന് സന്തോഷമുണ്ട്? ഇനി കുറെ കാര്യങ്ങളോട് പറയാനുണ്ട്. നമുക്ക് നാളെ രാത്രി ഇത് കണ്ടിന്യൂ ചെയ്യാം. പ്രൈസ് ലോർഡ്. ഇത്രയും കാര്യങ്ങളൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, ശിഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്തുനിന്ന് നമ്മൾ ഒരു കാരണവശാലും പുറകോട്ട് മാറാൻ പാടില്ല. നമുക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പാടില്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ കർത്താവ് തന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറെ കാര്യങ്ങളുടെ ഡെപ്തിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. നമുക്ക് നാളെ രാത്രി അത് കണ്ടിന്യൂ ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.